ആരംഭിക്കട്ടെ. യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു. നമുക്കിനി എല്ലാവർക്കും കൂടി ഭൂമി മുഴുവനും വ്യാപിക്കത്തക്ക വിധം ഓങ്കാരം, അതിപവിത്രമായിരിക്കുന്ന ആ മോണോസിലബിൾ ഓങ്കാരം നമ്മുടെ ഹൃദയത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നത്, ശരീരത്തിൻ്റെ ആരോഗ്യം കൂടുതൽ സജ്ജമാക്കി നിർത്തുന്നത്, ആ ഓങ്കാരം കൂട്ടായി ജപിക്കണം. ആ ജപമുണ്ടല്ലോ, കൂട്ടധ്വനി, അത് ഈ ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ പ്രസരണം കൊണ്ട് സർവ്വജീവജാലങ്ങളെയും അനുഗ്രഹിക്കണം. ഈ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സും ഭൂതലത്തോളം വ്യാപിക്കും. ഈ വ്യാപനമാണ് ഭൂമാനന്ദ സ്വാമി ആവശ്യപ്പെടുന്നതും ഉദ്ദേശിക്കുന്നതും. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതാ ഓ എല്ലാവരും ജപിച്ചോ? പത്തൊമ്പത് കൊല്ലമായി നാം പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം വാർഷിക സംരംഭമായി നടത്തിപ്പോരുന്നു. ആദ്യം അത് 12 ദിവസമായിരുന്നു. അത് അല്പസ്വല്പം കുറച്ച് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ 8 ദിവസമാക്കി തീർത്തു. ആ 8 ദിവസം തുടർന്ന് വരികയാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് പുരുഷോത്തമ സ്വാമിജിയും ഞാനും കൂടിയിട്ടാണല്ലോ ഇത് രൂപപ്പെടുത്തി ആവിഷ്കരിച്ച് ആരംഭിച്ചത്. അന്ന് പുരുഷോത്തമ സ്വാമിജി എന്നോട് പറയുണ്ടായി, ഇതൊരു വാർഷിക സംരംഭമാക്കി തീർക്കണം എന്ന്. ഓഹോ, അങ്ങനെയുണ്ടോ ചോദിച്ചു ഞാൻ. ശരി എന്ന് പറഞ്ഞു. 2ാമത്തെ കൊല്ലം നടത്തി, 3ാമത്തെ കൊല്ലവും നടത്തി.
ആ 3-ാമത്തെ കൊല്ലം നടത്തിയപ്പോൾ ഞാൻ സദസ്യരെ നോക്കി പറയുകയുണ്ടായി, 3 കൊല്ലം ഇതാ നിർവിഘ്നം ഈ സംരംഭം, വാർഷിക സംരംഭം നടന്നു വരുന്നു. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം, ഉദ്ദേശിക്കാം, തയ്യാറെടുക്കാം, ഇതൊരു വാർഷിക സംരംഭമായി തുടരുമെന്ന്. എന്തിനു പറയുന്നു? അത് തുടർന്ന് 19 കൊല്ലം കഴിഞ്ഞു. ഇത് 20-ാമത്തെ കൊല്ലമാണ്. ആദ്യമേ മുതൽക്ക് മനസ്സിനൊരു വിഷമമുള്ളത് എന്താ എന്ന് പറഞ്ഞാൽ അരിക്കണ്ടം. ഈ അരിക്കണ്ടം വളരെ വിശേഷപ്പെട്ടതാ. സാധാരണ നെൽക്കണ്ടം എന്നാണ് പറയുക. ആ ഒരു 12 സെൻറ്റ് ഭൂമിക്ക്, 1 ഏക്കർ ഭൂമിക്ക് അരിക്കണ്ടം എന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മ, പൂർവാശ്രമത്തിലെ അമ്മ എന്നോട് പറയുണ്ടായി, ഈ അരിക്കണ്ടം എന്ന് പറഞ്ഞാൽ അരി വിളയണു എന്നല്ല അർത്ഥം. അവിടെ ഉണ്ടാകുന്ന നെല്ലിന് അരിവീഴ്ച കൂടുതലാണെന്നാണ്. അരിവീഴ്ച കൂടുതലെന്ന് പറഞ്ഞാൽ 10 ഇടങ്ങഴി ഒരു പറ നെല്ല് വെച്ചാൽ, നെല്ല് കുത്തി അരിയാക്കിയാൽ 5 ഇടങ്ങഴി ഉണ്ടാവും. അരിക്കണ്ടത്തിൽ നെല്ല് കുത്തി അരിയാക്കിയാൽ 6 ഇടങ്ങഴി ഉണ്ടാവും അത്രേ. എന്താ അർത്ഥം? 20% കൂടുതലാണെന്നാ. ഉപായമാണോ അത്? അല്ല. ഈ അരിക്കണ്ടത്തിലുള്ള കൃഷി എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ, നമ്മുടെ നാടിൻ്റെ വർത്തമാനം. ഒരു നിലയ്ക്ക് കേരളത്തിലെ വർത്തമാനമാണെങ്കിലും ഭാരതത്തിൻ്റെ ഗ്രാമവർത്തമാനമാണിത്. ഒരു 12 സെൻറ്റ് 1 ഏക്കർ വരുന്ന വിസ്തൃതമായിരിക്കുന്ന ഒരു ഭൂമി ഉഴണമെങ്കിൽ 1 ഏറോ 2 ഏറോ 3 ഏറോ 4 ഏറോ കന്നാലി വന്ന് പൂട്ടിയാലും അത് എളുപ്പം മുഴുവനാവില്ല. ഒരു കണ്ടം പൂട്ടിയാൽ കാലത്ത് ഒരു 6 മണി 6:30 മണിക്ക് തുടങ്ങും പൂട്ടാൻ. കവിഞ്ഞത് 12:30 മണി വരെ പൂട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കണ്ടമെങ്കിലും പൂട്ടി തീർക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാവരുടെ പൂട്ടും കീട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കർക്കിടക മാസത്തിൽ എല്ലാവരും കൂടി വരും. എന്നിട്ട് നാട്ടിൽ വേണ്ടപ്പെട്ട കന്നാലി ഉള്ളവരെയോ എല്ലാവരെയും വിളിച്ച് അവരുടെ ഏറും കൊണ്ടുവന്ന് ഒന്നിച്ചവർ അതൊരു 5, 6, 8, 10 തവണ അങ്ങോട്ട് പൂട്ടി ശരിയാക്കും. എന്നിട്ട് കരിങ്കുറ നാട് എന്നൊരു നാടുണ്ട്. ഒരൊറ്റ നാട്, ഒരു വിളയേ ഉള്ളൂ. അങ്ങനെയാണത്ര ഈ അരിക്കണ്ടം പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന അരിവീഴ്ചയ്ക്ക് ഒരു വിശേഷതയുണ്ട്. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും പെയ്യുന്ന മഴവെള്ളം ഉണ്ടല്ലോ, ആ പ്രദേശത്തിലൊക്കെ തട്ടിയിട്ട് ഈ അരിക്കണ്ടത്തിലേക്ക് വരും. അപ്പോൾ അതിൽ ചാണവും അല്പസ്വല്പം വെണ്ണീറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ആ വെള്ളം വന്ന് തങ്ങി അതിലൊരു മട്ടുണ്ടാവും. ആ മട്ട് കൂട്ടിച്ചേർത്ത് ഉഴുത് വെടുപ്പാക്കി കഴിഞ്ഞാൽ ഫലഭൂയിഷ്ടമാണല്ലോ അത്. അതുകൊണ്ട് അരിവീഴ്ചയും കൂടുതലുണ്ടാവും. പിന്നെ എത്ര തവണ നമ്മൾ പൂട്ടിച്ചവർക്കുന്നുവോ അത്രയാണ് ആ മണ്ണിനും ചെടി വളരാനുള്ള വിശേഷം. അപ്പോൾ ഇത്രയധികം കന്നാലികൾ വന്ന് പൂട്ടലും ചവർക്കലുമായി ആ മണ്ണ് എത്രത്തോളം പാകപ്പെട്ട് തിരിഞ്ഞ് മറിഞ്ഞ് എല്ലാ തരിയും വേറെ ഒരു തരിയും മാറി അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അരിവീഴ്ച കൂടുതലുള്ള സ്ഥലമാണ്. ഞാനിത് എന്തിനാ പറഞ്ഞത്? ഇത് പറഞ്ഞ് മനസ്സിലാക്കാനല്ല, ഇത് പ്രസംഗവശാൽ പറഞ്ഞതാ. എന്തിനാ പറഞ്ഞേ എന്ന് ചോദിച്ചാൽ, അവിടെ ഈ സത്രം നടക്കുന്നത് സാധാരണ ഡിസംബർ മാസത്തിലാണല്ലോ, വൃശ്ചിക മാസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഒരടി താത്തിയാൽ അവിടെ വെള്ളം ആ കണ്ടത്തിൽ. അപ്പോൾ നമ്മൾ വന്ന് ഇരിക്കുന്നതൊക്കെ നല്ല തണുപ്പ് ഈർപ്പുള്ള മണ്ണിൻ്റെ മുകളിലാണ്. അപ്പം ഞങ്ങളവിടെ സത്രത്തിന് കുറേ ചെരുപ്പൊന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു ഏർപ്പാടൊക്കെ ചെയ്തു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല തണവാ ഭൂമിയിൽ. അപ്പോൾ ചെരുപ്പിടരുതെന്ന് പറയാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് വേറെ സൗകര്യങ്ങൾ ചെയ്തു. മനുഷ്യർ ചെരുപ്പിട്ട് വന്ന് അങ്ങനെ ഇരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഇരുന്ന് കേൾക്കുന്ന സ്ഥലം ഒരു ഈറപ്പുള്ള സ്ഥലമാണ്. മാത്രമല്ല വെയിൽ നല്ലപോലെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ധാരാളം വന്നിങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ പൊടിപടലം അതും ഉണ്ടാവും. അവിടെ തന്നെയാണ് ഡൈനിങ് ഹാൾ, ഊണ് കഴിക്കാനുള്ള സൗകര്യവും. അപ്പം മനസ്സിൽ തോന്നുന്നുണ്ടായി, ഇതൊന്നും ശരിയാവണല്ലോപ്പാ. കാലത്ത് 8-8:30 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6-7:30 മണി വരെ ജനങ്ങൾ പോകാതെ തങ്ങി നിന്ന് കേൾക്കുന്ന ഒരു സംരംഭമാണത്. അതിൻ്റെ ഇടയിൽ ഊണ് കഴിക്കും, കാപ്പി കുടിക്കും, ചായ കുടിക്കും, പ്രാതൽ കഴിക്കും, വൈകുന്നേരത്തെ ഊണ് ഒക്കെ ഉണ്ട് അവിടെ. വന്നവർക്കൊക്കെ 4-5 നേരം ഭക്ഷണം. അപ്പോൾ ഇവർക്കൊരു സൗകര്യത്തോടു കൂടി ഇരുന്ന് ഊണ് കഴിക്കാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് അവസാനം തീരുമാനിച്ചു, നമുക്കവിടെ ഒരു സഭാനികേതൻ ഉണ്ടാക്കാമെന്ന്.
അത് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതിയോപ്പാ, നടക്കണ കാര്യം എളുപ്പമാണോ? അതും ഇങ്ങനെ ഒരു സ്ഥലത്ത്. ആ സഭാനികേതൻ പണിയാൻ നോക്കിയപ്പോൾ കംപ്രസ്ഡ് പൈൽ ഫൗണ്ടേഷൻ വരെ വേണം എന്നാണ് എക്സ്പേർട്സ്, മേധാവികൾ വന്ന് പറഞ്ഞത്. കംപ്രസ്ഡ് പൈൽ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ 10, 15, 20 അടി താത്തി അവിടുന്ന് ഫൗണ്ടേഷൻ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ഡോക്ടർ ശ്രീധരനുണ്ടല്ലോ, ശ്രീധരൻജി, അദ്ദേഹം ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ വിദഗ്ധനും അന്താരാഷ്ട്ര പ്രശസ്തിയുള്ളവനുമാണല്ലോ. അദ്ദേഹം വന്ന് നോക്കി, എന്തായാലും കംപ്രസ്ഡ് പൈൽ ഫൗണ്ടേഷന് പോണ്ട, നമുക്കതിന് പകരം ഒരു അടിയിൽ, മണ്ണിൻ്റെ അടിയിൽ ഒരു ബെൽറ്റ്, ഈ കോളംസിനെ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടൊരു ബെൽറ്റ് അങ്ങോട്ട് ഇടാമെന്ന്. അങ്ങനെ വന്നാൽ ഈ കെട്ടിടം മുഴുവനും തമ്മിൽ തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഓരോ തൂണ് വേറെ വേറെയല്ല. ഓ, നന്നായി എന്നും പറഞ്ഞ് അങ്ങനെ പുറപ്പെട്ടാണ് ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നമ്മൾ ആരംഭിച്ചത്. എന്നിട്ട് ഉദ്ദേശമായിട്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ ജോലിയും 1, 2 ഫ്ലോറുമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുമ്പിലത്തെ കൊല്ലം ആ ഉദ്ദേശിച്ച ഹാളിൽ വെച്ച് തന്നെയാണ് ഈ സത്രം നടത്തിയത്. പക്ഷേ അത് ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് ചില പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി, ഒരു ഫ്ലൈ ഓവറൊക്കെ ഉണ്ടാക്കി, അവിടേക്ക് പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കി. ആ പണി മുഴുവനായി കഴിഞ്ഞ തവണ ഇനോഗ്രേറ്റ് ചെയ്ത് അവിടെ വെച്ച് സത്രം നടത്താം എന്നാണ് ധരിച്ചത്. പക്ഷേ COVID-19 വന്നതിൻ്റെ പേരിൽ ജനങ്ങളാരും കൂടിച്ചേരാൻ പാടില്ലല്ലോ, കഴിഞ്ഞ കൊല്ലം നടത്താൻ പറ്റിയില്ല. അപ്പോൾ എന്ത് വേണം എന്നാലോചിച്ചപ്പോൾ ഓൺലൈനിൽ അന്തർജാലമായി നടത്താം എന്ന് തീരുമാനിച്ച് നടത്തി. അത് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ കാൽവെപ്പായിരുന്നു. അതിനുവേണ്ട സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, അതറിയുന്ന വിദഗ്ധർ, അവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഈ സംരംഭം വേണ്ടതുപോലെ ഫലപ്രദമായി നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. 10-35 പ്രവക്താക്കളുണ്ട്. അവരെ എല്ലാവരെയും സ്ഥലത്ത് കൊണ്ടുവന്ന് സംസാരിപ്പിച്ച് ആ സംസാരം വേണ്ടതുപോലെ ആലേഖനം ചെയ്തെടുത്ത് ദൃശ്യ ശ്രവ്യ മാധ്യമത്തിലൂടെ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും നമ്മളതിന് പുറപ്പെട്ടു. വളരെ ഭംഗിയായി നടന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഈ കൊല്ലമെങ്കിലും സഭാനികേതൻ ഉദ്ഘാടനം ചെയ്ത് അവിടെ നമുക്ക് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 20ാമത്തെ സത്രം നടത്താമെന്ന് വിചാരിച്ചു. പക്ഷേ കോവിഡ് നമ്മളെ വിട്ടുപോയിട്ടില്ല, നിയന്ത്രണങ്ങൾ പിൻവലിഞ്ഞിട്ടില്ല. തുറന്ന ആ നിയന്ത്രിതമായിരിക്കുന്ന ഒരു സഞ്ചാരത്തിനോ സമാഗമനത്തിനോ സൗകര്യമുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണയും അന്തർജാലത്തിലൂടെ വേണം നടത്താൻ എന്ന് തീരുമാനിച്ച് അതിന് പുറപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഞാനിതാ നിർവഹിക്കുന്നത്. ഇവിടെ നൈമിഷാരണ്യത്തിനാണെങ്കിൽ ഉദ്ഘാടന ദിവസം അനവധി ആൾക്കാർ, ബഹുശതം ജനങ്ങൾ അവിടെ വന്നു ചേരും, പലരും ഉണ്ടാവും. എല്ലാം കൂടി വലിയ ഒരു ഉത്സവം തന്നെയാണ് അവിടെ. അതുകൊണ്ട് പത്രക്കാർ 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും ജ്ഞാനമഹോത്സവം, ജ്ഞാനമഹോത്സവം, ജ്ഞാനമഹോത്സവം എന്നിങ്ങനെ അവർ തന്നെ എഴുതി തുടങ്ങി. ജ്ഞാനത്തെ ചൊല്ലിയൊരു മഹോത്സവം, ജ്ഞാനത്തെ ചൊല്ലിയുള്ള ഒരു മഹോത്സവം. സാധാരണ ആനകളും പൂരവും കൊടയും വഞ്ചാമരവും പഞ്ചവാദ്യവും അങ്ങനെയൊക്കെയാണല്ലോ ഉത്സവത്തിന്. ഇതല്ല. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ 6-8 മണിക്കൂർ നേരം ജനങ്ങൾ മാറി 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 സംസാരിക്കുകയാണ്, ഒരേ സദസ്സിനെ നോക്കി. അതിമഹത്തായ ഒരു ശാസ്ത്രം ഒരേ വിഷയത്തിന് നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഉത്സവം അല്ലെങ്കിൽ ഇത്രയധികം ജനങ്ങൾ വന്ന് കേൾക്കുമോ? കഴിഞ്ഞ കൊല്ലത്തിനല്ല, 2 കൊല്ലം മുൻപ് പത്രപ്രതിനിധികൾ എന്നോട് വന്ന് ഒരു അഭിമുഖം ആവശ്യപ്പെട്ടു. അതിലൊരാൾ പറയുകയാണ്, സ്വാമിജി, ഞങ്ങൾക്ക് സമ്മതിക്കാതെ വയ്യ, ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം കേരളത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ഒരു വാർഷിക സംഭവം ആയി തീർന്നു കഴിഞ്ഞു ചരിത്രത്തിൽ. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഉവ്വ്. ജനങ്ങൾക്ക് ഈ സത്രമില്ലാതെ ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല. സാധാരണ ഇപ്പോൾ തൃശ്ശൂർ പൂരമുണ്ട്, അതുമാതിരി വിശേഷപ്പെട്ട ഷഷ്ടി ഏകാദശി, ഗുരുവായൂർ ഏകാദശി എന്നൊക്കെ പറഞ്ഞ് പല ഉത്സവങ്ങളും ഉണ്ട്. അതെല്ലാ കൊല്ലവും നടക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി അനവധി ആൾക്കാർ അവിടെ വന്ന് എത്തുന്നുണ്ട്. അതേമാതിരി പാർലിക്കാട്ട് നൈമിഷാരണ്യത്തിലുള്ള ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ജനജീവിതത്തിൻ്റെ അവിഭാജ്യമായിരിക്കുന്ന ഒരു ഘടകമായി തീർന്നിരിക്കുന്നു എന്നാ പത്രപ്രതിനിധി എന്നോട് പറയേ.
ഓ, നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ നന്നായി, അതിനനുസരിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉത്സാഹത്തിന് തീവ്രത കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഈ സത്രത്തിൻ്റെ 20ാമത്തെ വർഷമാണ് നമ്മൾ നടത്തുന്നത്. ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനമായല്ലോ. പിന്നെ ആ ഉദ്ഘാടകൻ എന്തെങ്കിലും കുറച്ചൊന്ന് സംസാരിക്കും, അതാണ് പിന്നത്തെ ചടങ്ങ്. നിലവിളക്ക് കൊളുത്തിയതോടുകൂടി 20ാം ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ ഉദ്ഘാടനം പരബ്രഹ്മത്തിൻ്റെ മുൻപിൽ സാന്നിധ്യത്തിൽ നടന്നു കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാ? ശ്രീമദ് ഭാഗവതത്തെ പറ്റി. വേറെ ഒന്നിനെക്കുറിച്ചും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. ഭഗവാൻ, ഭാഗവതൻ, ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദ്യങ്ങളെക്കുറിച്ച് മാറി മാറി ഓരോന്നായി ഓരോ ഭാഗം, ഓരോ വിഷയം, ഓരോ അവതരണം, ഓരോ സംവാദം, ഓരോ ചർച്ച, ഓരോ ആവിഷ്കരണം, ഇങ്ങനെ മാറി പ്രവക്താക്കൾ നിങ്ങളോട് സംസാരിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അതിനെ ഉത്സവം എന്ന് പറയുന്നത്. മാറി സംസാരിക്കുമ്പോൾ, പ്രവക്താക്കൾ സംസാരിക്കുമ്പോൾ ശ്രോതാക്കളുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഉത്സാഹ തീവ്രത എന്താണെന്നറിയാമോ? അവർ ആനന്ദസാഗരത്തിൽ ആറാടി കളിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആനന്ദസാഗരത്തിൽ ആറാടി ഊളയിട്ട് കളിക്കുകയാണ് മാറി ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഇത്ര മഹത്തായ ഒരു ശാസ്ത്രമോ, ഇങ്ങനെ വിലയേറിയ ഒരു ഗ്രന്ഥമോ, ജനജീവിതത്തിൽ ഊടും പാവുമായി സ്ഥാനം പിടിച്ചിട്ടുള്ള വിശേഷപ്പെട്ട അമൂല്യമായ അനിതര സാധാരണമായ അന്യാദൃശമായ അനന്യമായ ഒരു മഹത് ഗ്രന്ഥമാണല്ലോ ഈ ശ്രീമദ് ഭാഗവതം എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കൊല്ലം തോന്നി, നാം ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എന്താണെന്ന് ജനങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കേട്ടവരൊക്കെ പറയും ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണ്, ഭക്തിശാസ്ത്രമാണ്. ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല. ഈ ഭക്തി എന്ന് പറയുന്നത് എവിടെയാണ് അങ്കുരിക്കുന്നത്, ജനിക്കുന്നത്, വളരുന്നത്, പുഷ്ടിപ്പെടുന്നത്, ഫലിക്കുന്നത്, ആ ഫലം ആസ്വദിക്കുന്നത്? ഇതൊക്കെ എവിടെയാ? ഭഗവാനിലോ അതോ ഭക്തനിലോ? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ഭക്തനിൽ. ആരാണ് ഈ ഭക്തൻ? മനുഷ്യൻ. നിങ്ങൾ ഓരോരുത്തരും, ഈ പറയുന്ന ഞാനും, കുട്ടി കുഞ്ഞുങ്ങളടക്കം വയോവൃദ്ധന്മാരടക്കം എല്ലാവരും ആണ് ഈ ഭക്തന്മാർ. ആ ഭക്തൻ്റെ ഹൃദയത്തിൽ അങ്കുരിക്കുന്നത്, മുളപൊട്ടുന്നതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരണു, ആരോടാണ് ഈ ഭക്തി എന്ന്? ആരോടാണ് ഈ ഭക്തി? അല്ലെങ്കിൽ എന്തിനോടാണ് ഈ ഭക്തി? ഈ ചോദ്യം നിങ്ങളെ ഓരോരുത്തരും ഏറ്റെടുത്ത് ചിന്തിക്കണം. ആരോടാണ് ഭക്തി? ആരോടാണ്? ഭഗവാനോട്. ആരാണ് ഈ ഭഗവാൻ? എത്ര കാലമായി നാം ഭഗവാനെ ഭജിക്കുന്നു, ഭഗവാനോട് ഭക്തി തോന്നുന്നു. ഇന്നേ വരെ നമുക്ക് ആരോടാണ് ഭക്തി എന്നുള്ള ചോദ്യത്തിന് തക്കതായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. പിന്നെയും നമ്മൾ ഭക്തന്മാരായി തുടരാണ്, ഭക്തി പരിശീലനവും നടത്തി വരികയാണ്. ഇത് മതിയോ കൂട്ടരെ? പോരാ. നമുക്കറിയണം ഭക്തി എന്തെന്ന്, ഭക്തൻ ആരെന്ന്, ആരോടാണ് ഭക്തിയെന്ന്. ആരോട് ഭക്തിയോ ആ ആൾ, അല്ലെങ്കിൽ ആ സാന്നിധ്യം, അല്ലെങ്കിൽ ആ മഹത് പ്രഭാവം, അല്ലെങ്കിൽ ആ മഹത് അസ്തിത്വം, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. 20 കൊല്ലം കഴിഞ്ഞു, പലരും നിങ്ങളെ അഭിസംബോധന ചെയ്തു, ഞാനും. എന്നിട്ടും നിങ്ങൾക്ക് ഈ കാര്യം വേണ്ടതുപോലെ വിശദമായിട്ടുണ്ടോ? ഭാഗവതം ഒരു ജ്ഞാനഗ്രന്ഥമോ ഭക്തിഗ്രന്ഥമോ അതോ വൈരാഗ്യഗ്രന്ഥമോ? എന്താണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്? ഇതിന് ആര് മറുപടി പറയും? വേറെ ഒരിടത്തേക്കും നോക്കേണ്ടതില്ല. നമുക്ക് നോക്കാനുള്ളത് ശ്രീമദ് ഭാഗവതത്തിലേക്ക് മാത്രം. ആ ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളുണ്ട്. 18,000, 18,100 18,10 18,1 18,000 ശ്ലോകങ്ങൾ. ആ 18,000 ശ്ലോകങ്ങളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഇവിടെയായി എന്താണ് ഈ ശ്രീമദ് ഭാഗവതം. ഒരു ശാസ്ത്രം എഴുതാൻ ചില പ്രമാണമുണ്ട്. എന്താണത്? ആ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ആദ്യമായി ഇന്നതാണെന്ന് പറയണം. ആ പറച്ചിൽ അവസാനം സ്ഥിരീകരിക്കും വേണം. അപ്പം അതിൻ്റെ ആദ്യവും അതിൻ്റെ അവസാനവും വളരെ പ്രധാനമാണ്. അപ്പം ശ്രീമദ് ഭാഗവതം ആദ്യമായി പറയുന്നത് എന്താ? ഭക്തി
ഭക്തി ആരോട്? ഭഗവാനോട്. ആരാണ് ഈ ഭഗവാൻ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ പേരിൽ പറയുകയാണെങ്കിൽ മിക്കവാറും കൃഷ്ണനാണ്. ആരാണ് ഈ കൃഷ്ണൻ? കൃഷ്ണൻ ദേവകിക്ക് ജനിച്ച കുട്ടി. ജനിച്ച ഉടനെ എന്നെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി കടത്തി ഒരു പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ അമ്മാവിന് കൊല്ലാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി ഉപായപ്പെട്ട കുട്ടിയല്ല, രാജകുമാരനാണ്. രാജകീയ പ്രൗഢിയോടുകൂടി, സംസ്കാരത്തോടുകൂടി, സുഖസൗകര്യങ്ങളോടുകൂടി, പഠിപ്പും അസ്ത്രശസ്ത്ര വിദ്യാഭ്യാസവും എല്ലാമായി വളരേണ്ട ഒരു കുട്ടി പെട്ടെന്ന് പോയത് അമ്പാടിയിലാണ്. പശുക്കളുടെ കൊളമ്പടിയും അതിൽ നിന്ന് നിർഗളിക്കുന്ന പൊടിയും വാരി വീശിയിട്ടുണ്ടാവുന്ന പൊടിയുമെല്ലാം ശരീരത്തിൽ മൂടി കഴിയുന്ന ഒരു കുട്ടി. ആ രാജപ്രൗഢിയോടുകൂടി വളരാൻ സാധിച്ചില്ല. എന്നാലും ആ വളർച്ച നിഷേധിച്ചതിൻ്റെ പേരിൽ ആ കൊച്ചുകുട്ടിക്ക് ഒരു കുറവും ഒരു കൂസലും ഉണ്ടായില്ല. രാജകോലോത്ത് ജനിച്ചു വളർന്നാൽ എങ്ങനെയോ അതേമാതിരി അതിനെ അതിശയിക്കുമാറാണ് അമ്പാടിയിൽ ജനിച്ചു വളർന്നത്. അങ്ങനെ ഒരു കുട്ടി. പക്ഷേ ആ കുട്ടി മനുഷ്യ ശിശുവാണ്. മനുഷ്യ ശിശു എങ്ങനെ ഭഗവാനാകും എന്നൊരു ചോദ്യം, അതിന് നിങ്ങൾ മറുപടി പറയണം. ഭഗവാൻ തന്നെ. പക്ഷേ ആ ഭഗവാനെ നമുക്ക് കാണാനും കേൾക്കാനും സമ്പർക്കം പുലർത്താനും വേണ്ടി ഒരു മനുഷ്യ ശിശു ഒരു മനുഷ്യദേഹത്തോടു കൂടി ജനിച്ചു. മനുഷ്യദേഹത്തോടു കൂടി ജനിച്ചാലും കൃഷ്ണൻ്റെ ദേഹമല്ല ഭഗവാൻ. കൃഷ്ണൻ്റെ ദേഹമല്ല ഭഗവാൻ. ദേഹം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അതേമാതിരി ദേഹം വീണു 125 വയസ്സ് തികഞ്ഞപ്പോൾ ആ ദേഹം നമ്മുടെ മുൻപിലില്ല. പിന്നെ നമ്മൾ പറയുന്ന കൃഷ്ണൻ ആരാണ്? ദേഹമാണോ? ആണെങ്കിലില്ല. ദേഹമല്ലാത്തൊരു ദേഹിയുണ്ടപ്പാ, ഒരു ദേഹിയുണ്ട്. ആ ദേഹിയാണ് ഭഗവാൻ. അപ്പം ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ ഇതാ പറയണു, ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്? ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണോ? അതോ അതൊരു വൈരാഗ്യശാസ്ത്രമോ? അതോ അതിൽ ഒരു ജ്ഞാനപ്രതിപാദനമോ? എന്താണതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതാ ഇവിടെ പറയുകയാണ്, അത് ഭഗവാനോടുള്ള ഭക്തി, കൃഷ്ണനോടുള്ള ഭക്തി. ആരാണ് ഈ കൃഷ്ണൻ? ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. ഒന്ന് പറയൂ. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. ജ്ഞാനം പോരെ, ഇനി നിങ്ങൾക്ക് എന്തു വേണം? കൃഷ്ണൻ തന്നെ ജ്ഞാനമാണ്. കൃഷ്ണനെ വിളിച്ചാൽ ഞാൻ എന്നാണ് അദ്ദേഹം പറയുക. ആ ഞാൻ എന്ന് പറയുന്നത് വെറും ശരീരത്തിൽ നിർഗളിക്കുന്ന ഒരു വാക്കാണോ? ശവശരീരത്തിൽ നിന്ന് ശബ്ദം നിർഗളിക്കുമോ? നിർഗളിക്കില്ല. ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ നിന്നേ നിർഗളിക്കുള്ളൂ. അപ്പോൾ ആ ശബ്ദം ജീവൻ രചിക്കുന്നതാണ്, ദേഹം രചിക്കുന്നതല്ല, വെറും നാവ് രചിക്കുന്നതല്ല. ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ആ ചേതനാ സാന്നിധ്യമുണ്ടല്ലോ, അത് പുറപ്പെടുവിക്കുന്നതാണിത്. ആ ജ്ഞാനം വിശുദ്ധം, യാതൊരു വിധത്തിലുള്ള കറയോ കുറയോ ഇല്ലാത്ത ജ്ഞാനം. പരമാർത്ഥമേകം. പരമാർത്ഥമേകം അത് ഒന്നേ ഒന്നാണ്, സർവത്ര വിരാജിക്കുന്നതാണ്, സർവവ്യാപിയാണ്. പുറത്തുമുണ്ട് അകത്തുമുണ്ട്, അകം പുറം വ്യത്യാസമില്ല. ഒരു ഇരുമ്പ് കമ്പി പഴിപ്പിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ചൂടും പുറത്തുള്ള ചൂടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു മുണ്ട് നനച്ചു കഴിഞ്ഞാൽ ആ നനഞ്ഞ വസ്ത്രത്തിന് അകത്തൊരു തണവ്, അകത്തൊരു വെള്ളം, പുറത്തൊരു വെള്ളം എന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ പരമാർത്ഥമേകം, ഇത് മാത്രമാണ് പരമാർത്ഥം. അനന്തരം ഒരു വിധത്തിലുള്ള വ്യത്യാസവും അതിലില്ല. അബഹിർ ബ്രഹ്മസത്യം, പുറം അകംപുറം എന്നുള്ള വ്യത്യാസമില്ലാത്ത സത്യമായ ബ്രഹ്മമാണ്. പ്രത്യക് പ്രശാന്തം. പ്രത്യക് പ്രശാന്തം. ഒന്ന് പറയുന്നപ്പ. പ്രത്യക് പ്രത്യക് പ്രശാന്തം. പ്രത്യക് പ്രശാന്തം എന്ന് പറഞ്ഞാൽ, പ്രത്യക് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, ഉള്ളിലുള്ളത്. ഞാൻ എന്നുള്ള വാക്ക് അകത്തുനിന്ന് വരുന്നുവോ പുറത്തുനിന്ന് വരുന്നുവോ? നിങ്ങൾ തന്നെ പറയും. ഞാൻ എവിടെയായി? ഞാൻ വായിലാണോ? അല്ല. തലയിലാണോ? അല്ല. എവിടെയാ? എൻ്റെ ഉള്ളിൽ. ഉള്ളിലെവിടെയാ? ഉള്ളിലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കൂരിരുട്ടിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പോലും കാണാൻ പറ്റാത്ത ഒരു നിലയിൽ കൈ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച് നിൽക്കൂ. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ പറയും ഞാൻ ഉണ്ട് എന്ന്. എന്താണ് ആ ഞാൻ? അതാണ് പ്രത്യക്. പ്രശാന്തം, അതെപ്പോഴും പരമശാന്തമാണ്. ഭഗവത് ശബ്ദസംജ്ഞം, അതിനെയാണ് ഭഗവാൻ എന്നുള്ള വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്ന പേര് ഈ പ്രത്യക്കും പ്രശാന്തവുമായിരിക്കുന്ന ഉൾ സാന്നിധ്യത്തിന്, ആ ചേതനാമയമായ സാന്നിധ്യത്തിനുള്ള പേരാണ്. യത് വാസുദേവം കവയോ വദന്തി, എന്തിനെയാണോ വാസുദേവനെന്ന് അറിവുള്ളവർ പറയുന്നത്. അവിടെ യത് എന്നുള്ള ശബ്ദം നപുംസകലിംഗമാണ്, പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല. തുടങ്ങിയത് ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബഹിർബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം യത് വാസുദേവം കവയോ വദന്തി. വസുദേവൻ്റെ പുത്രൻ വാസുദേവനുണ്ടല്ലോ, അത് പുല്ലിംഗമാണ്, പുരുഷനാണ്, ആൺകുട്ടിയാണ്. അങ്ങനെ പറഞ്ഞാലും വാസ്തവത്തിൽ അത് പ്രത്യക്കും പ്രശാന്തവുമായിരിക്കുന്ന ആ സാന്നിധ്യവിശേഷമാണ്. ആ കൃഷ്ണനോടുള്ള ഭക്തിയാണ് കൂട്ടരെ ഭാഗവതം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്താണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ എന്താ ഉപക്രമം? ആരംഭം തുടക്കത്തിലും അവസാനം പര്യവസാനത്തിലും എന്താണോ അവിടെ സൂചിപ്പിക്കുന്നത് അതാണ് അതിൽ പ്രതിപാദ്യം. എന്താണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്? എങ്ങനെയാ തുടങ്ങിയിരിക്കുന്നത്? ആദ്യത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവതത്തിലുള്ള ആദ്യത്തെ ശ്ലോകത്തിന് 100-ലേറെ വ്യാഖ്യാനങ്ങളുണ്ടെന്നാണ് പറയുക. അത്ര വിശേഷപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ ആ അറിവ്, വിദ്യ, ആ ജ്ഞാനം, ശബ്ദം, വാക്യം, ശാസ്ത്രം, വ്യാകരണം അതൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് എന്നിങ്ങനെയാണ് തുടങ്ങുന്നത്. ജന്മ ആദി അസ്യ, ഒന്ന് പറയൂ. ജന്മ ആദി അസ്യ, ജന്മാദ്യസ്യ. ഇതിൻ്റെ ജന്മം മുതലായത്. ഇതെന്ന് പറയുന്നത് എന്താ? ഒന്നേ ഉള്ളൂ ഇവിടെ, ലോകം. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഭൂതലത്തിലാണ്. പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭൂമി. അത് വിട്ടാൽ രണ്ടാമത്തത് ജലമാണ്, മൂന്നാമത്തതോ വായു, അത് കഴിഞ്ഞാൽ പിന്നെ അഗ്നി, അത് കഴിഞ്ഞാൽ ആകാശം. അങ്ങനെ പഞ്ചഭൗതികമായിരിക്കുന്ന ഈ ജഗത്തുണ്ടല്ലോ, ആ ജഗത്തിൽ ഖരമായിരിക്കുന്ന ഭൂമിയുടെ മുകളിലാണ് സർവ്വ കുട്ടികളെയും പ്രസവിച്ച് അമ്മ അങ്ങോട്ട് ഇടുന്നത്, വിട്ടുകൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള ജലം, രണ്ടിനെയും ചുറ്റി നിൽക്കുന്ന വായു, അതിൽ പ്രവേശിച്ച് ചൂടുണ്ടാക്കുന്ന അഗ്നി, ഇവയെല്ലാറ്റിനും ആധാരഭൂതമായിരിക്കുന്ന അതിസൂക്ഷ്മമായ ആകാശവ്യാപ്തി കോശം കഴിഞ്ഞു. ഇതിനെയാണ് അസ്യ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഇത് ഒരു കാലത്ത് ജനിച്ചിട്ടുണ്ടാവണമല്ലോ. എന്ത് സാധനവും നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിലനിൽപ്പിന് മുൻപ് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ദശ വിട്ട് അത് ഉണ്ടായപ്പോൾ അതിന് ജന്മമായി. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും എങ്ങനെയാണ് ജനിച്ചത്? ആദി എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ? ജനിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ കൃഷ്ണൻ ജനിച്ച ഉടനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അതുകൊണ്ട് ആർക്ക് ജനിച്ചു അവർക്ക് കുട്ടിയില്ലാണ്ടി. അപ്പോൾ ജനിച്ചാൽ മാത്രം പോരാ, ജനിച്ചതിന് ശേഷം നിലനിൽക്കണം, വളരണം, വളർന്ന് ക്ഷയിക്കണം, ക്ഷയിച്ച് ഇല്ലാതെയാവണം. അപ്പോൾ ജന്മം ഒരു പ്രക്രിയ, ഒരു സംഭവം മാത്രമാണ്. ജന്മം, വളർച്ച, ക്ഷയം, വിനാശം, ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ ജന്മം മുതലായതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ എങ്ങനെ ഉണ്ടായോ, ഏത് സ്രോതസ്സിൽ നിന്നുണ്ടായോ, ഏതാണോ ഇതിൽ ആധാരഭൂതമായി നിലനിർത്തിപ്പോരുന്നത്
ആ ജന്മാദ്യസ്യ. പറയൂ എൻ്റെ കൂട്ടരെ, ഈ 3 വാക്കുകൾ സൂചിപ്പിക്കുന്നത് കാര്യമായ ഒരു ആലോചനാ പദ്ധതിയല്ലേ? ഇത് വെറും ഭാവമാണോ? വികാരമാണോ? തോന്നലാണോ? സ്നേഹം, മൈത്രി എന്നും പോലെയുള്ള വികാരങ്ങളാണോ ഇത്? അല്ല, ഇതൊരാലോചനയാണ്. ഇത് ഗ്രഹിക്കാനുള്ളതാണ്, ചിന്തിച്ചു നോക്കാനുള്ളതാണ്, പരിശോധിക്കേണ്ടതാണ്, പരീക്ഷിക്കേണ്ടതാണ്, അന്വേഷിച്ച് ചെല്ലേണ്ടതാണ്, ഗവേഷണത്തിന് വിധേയമാണ്. ഈ അന്വേഷണവും ഗവേഷണവും ഒക്കെ മനുഷ്യനിൽ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബുദ്ധി. ബുദ്ധി ബുദ്ധി കണ്ണുകൾ കാണുന്നു, കാതുകൾ കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു, നാവ് രുചിക്കുന്നു, ത്വക്ക് സ്പർശിക്കുന്നു. ഇത്രയേ അവയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചെയ്തത് മുഴുവൻ ഉള്ളിൽ വലിച്ചെടുത്ത് അതിനെ ക്രോഡീകരിച്ച് ക്രമീകരിച്ച് വേണ്ടതുപോലെ സൂക്ഷിച്ച് ആവശ്യാനുസരണം സ്മരിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉള്ളിലാണ് നടക്കുന്നത്. ആ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ് അറിവ്, ഉണർവ് എന്ന് പറയുന്നത്. അപ്പോൾ ജന്മാദ്യസ്യ എന്ന് പറയുന്നത് ഒരന്വേഷണമാണ്. നാം എല്ലാം ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന ഈ ഭൂമി അടക്കമുള്ള ദൃശ്യപ്രപഞ്ചം എവിടുന്നാണ് ഉണ്ടായത്? അതിൻ്റെ സ്രോതസ് എന്ത്? അതിൽ വ്യാപിച്ചു കിടക്കുന്ന വിശേഷപ്പെട്ട സാന്നിധ്യമെന്ത്? കോടാനുകോടി ഗ്രഹങ്ങളാണ് അന്തരീക്ഷത്തിൽ. ആ ഗ്രഹങ്ങൾ ഓരോന്നും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമി വെറുതെ നിൽക്കുന്നില്ല. 24,000 25,000 കിലോമീറ്റർ സ്പീഡിൽ ചുറ്റിത്തിരിയാണ് അതിൻ്റെ അച്ചുതണ്ടിൽ. സൂര്യന് പ്രദക്ഷിണം വയ്ക്കുകയാണ് ഈ ഭൂമി സദാ. ഈ ഭൂമിയിൽ നിന്ന് കുറേ അകന്ന് ചെന്ന അന്തരീക്ഷത്തിൽ ചെന്ന് ഒരു ഫോട്ടോ എടുക്കൂ, ഒരു വീഡിയോ എടുക്കൂ. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഭൂമി കിടന്നിങ്ങനെ ചുറ്റുന്നത്. അങ്ങനെ എല്ലാം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭ്രമണങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനോടൊന്ന് സദാ കൂട്ടിമുട്ടണമെന്നില്ല. വല്ലപ്പോഴൊക്കെ കൂട്ടിമുട്ടിയെന്ന് വരാം. സൂര്യനിൽ നിന്ന് പൊട്ടിയടർന്ന് വന്ന ഒരു കഷമാണല്ലോ തണുത്ത് ഭൂമിയായത്. ഭൂമിയുടെ ഒരു ഭാഗമാണത്രേ പൊട്ടിപ്പോയി ചന്ദ്രനായത് എന്നൊക്കെ പറയാറുണ്ട് ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ എല്ലാം ഇവിടെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ പിന്നിൽ ആധാരമായി നിലകൊള്ളുന്നത് എന്ത്? എത്രയെത്ര ചലനങ്ങളാണ്, ഗതികളാണ്, വിഗതികളാണ്, എന്തെല്ലാം പ്രോപ്പർട്ടീസ്, ഗുണവിശേഷങ്ങളാണ് ലോകത്തിലുള്ള വസ്തുക്കൾക്ക്. ഇതിനെല്ലാം രൂപം നൽകി അവയെ നിലനിർത്തുന്ന ആ പ്രഭാവമെന്ത്? അധിഷ്ഠാനമെന്ത്? അതിൻ്റെ ഉത്പത്തി എവിടെ നിന്ന്? നിലനിൽപ്പ് എവിടെ? അവസാനം പരിസമാപിക്കുന്നതോ ലയിക്കുന്നതോ? ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള സത്യം, അതൊരു സത്യമാണ്. അത് വെറും ഭഗവാൻ എന്ന് പുല്ലിംഗ രൂപത്തിൽ പറയേണ്ടതല്ല. ഭഗവതി എന്നും അതിന് നിരൂപിച്ചുകൂടാ. അതൊരു സാന്നിധ്യമാണ്. ആകാശത്തെപ്പോലെ ഒരു സാന്നിധ്യം, വായുവെപ്പോലെ ഒരു സാന്നിധ്യം, ഭൂമിയെപ്പോലെ ഖരമല്ല, വെള്ളത്തെപ്പോലെ ദ്രവമല്ല. അത് വ്യാപക ശക്തിയുള്ളതായ ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യമാണ് സത്യം എന്ന് പറയുന്നത്. എന്താണ് സത്യശബ്ദത്തിനർത്ഥം? ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ കോട്ടം കൂടാതെ നിലനിൽക്കുന്നതെന്തോ അതാണ് പരമാർത്ഥം, അതാണ് സത്യം, അതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വാസ്തവം ഒന്നുമില്ല. നമ്മുടെ ശരീരം പരിവർത്തന വിധേയമാണ്, ഭൂമിയും പരിവർത്തനത്തിന് വിധേയമാണ്, ജലവുമാണ്, വായുവുമാണ്, അഗ്നിയുമാണ്, ആകാശം പോലും പരിവർത്തനത്തിന് വിധേയമാണ്. അപ്പം നാം ജീവിക്കുന്ന ഈ ലോകം, ഏത് ശരീരത്തോടു കൂടി നാം ജീവിക്കുന്നുവോ, മനസ്സ്, ബുദ്ധി എന്നിവയോടുകൂടി അവയെല്ലാം തന്നെ നശ്വരങ്ങളും പരിവർത്തനശീലമുള്ളതുമാണ്. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ സത്യം. പരമമായ ഒരു സത്യമുണ്ട്. എന്താ ഈ പരമം എന്ന് പറഞ്ഞാൽ? ഈ ലോകം മുഴുവനും ഇന്ദ്രിയങ്ങൾക്ക് കാണാനുള്ളതാണ്. കണ്ണുകൊണ്ട് കാണാനും, ചെവി കൊണ്ട് കേൾക്കാനും, മൂക്ക് കൊണ്ട് മണക്കാനും, നാവ് കൊണ്ട് രുചിക്കാനും, ത്വക്ക് കൊണ്ട് സ്പർശിക്കാനുമുള്ള വസ്തുക്കളേ ഇവിടെയുള്ളൂ. 5 കൂട്ടം സാധനങ്ങളെ ഈ ലോകത്തിലുള്ളൂ. അനന്തസംഖ്യയായിക്കോട്ടെ, അനന്ത ദൂരങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം കൂടി ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന 4 അനുഭവങ്ങൾ മാത്രം രചിക്കുന്നതാണ്. അത് ലോകവസ്തുക്കളുടെ മെടുക്കോ പ്രഭാവമോ അല്ല, നമ്മുടെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ശക്തി വിശേഷമാണത്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ ലോകത്തെ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളാക്കി തീർക്കുന്നത്. ആ ലോകം, ആ ദൃശ്യലോകമല്ല സത്യം. അത് പരിവർത്തനശീലമുള്ളതാണ്.
ആ ദൃശ്യലോകത്തിന് അതീതമായിട്ടെന്തോ അതാണ് സത്യം. ഇത് അപരമാണ്, മറ്റതാണ് പരം. പരം പരം. ലോകം മുഴുവനും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്, വിഷയമാണ്. എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളത് പിന്നെ എവിടെയാണ് ഉണ്ടാവുക? ശരീരത്തിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്കൊരു മനസ്സുണ്ട്, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല 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 കൂട്ടരെ, മനസ്സിലാക്കൂ, പറഞ്ഞു കൊടുക്കൂ. ബുദ്ധിയെ മനസ്സിലാക്കാൻ പറ്റുമോ? ഗ്രഹിക്കാൻ പറ്റുമോ ഇന്ദ്രിയങ്ങൾ കൊണ്ട്? അഹങ്കാരത്തിന് ഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ശരീരത്തിനുള്ളിൽ ഒരു വിചാരം വന്നു, ഒരു ഭാവം വന്നു, ഒരു വികാരം രൂപപ്പെട്ടു. സ്നേഹമാകട്ടെ, മൈത്രിയാകട്ടെ, അതൊന്നും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുന്നതല്ല. നമ്മൾക്ക് ഇന്ദ്രിയങ്ങളെ വിട്ടും അറിയാനുള്ള ചില കോപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഉപകരണങ്ങളുമുണ്ട്. അപ്പോൾ ഈ കാണുന്നത് മാത്രമാണ് പ്രപഞ്ചം പ്രപഞ്ചമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു ദൃശ്യഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ അദൃശ്യമായി ദ്രഷ്ട എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. ആ ദൃഷ്ടൃമണ്ഡലത്തിൽ പൊന്തിക്കിടക്കുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചം. ദൃഷ്ടൃമണ്ഡലത്തിൽ പൊന്തിക്കിടക്കുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചം. ആ ദൃഷ്ടൃമണ്ഡലത്തിലേക്ക് തിരിയൂ, അങ്ങോട്ട് നോക്കൂ, ഒന്ന് പിൻവലിയൂ, ഇന്ദ്രിയങ്ങൾക്ക് മീതെ പോകൂ. മനസ്സെവിടെയോ, ബുദ്ധി എവിടെയോ, അഹങ്കാരം എവിടെയോ, ആ മണ്ഡലത്തിലേക്കൊന്ന് എത്തി നോക്കൂ. ബുദ്ധിയെടുത്ത് അവിടെയാണ് സത്യം, അവിടെയാണ് പരം. അതിനെ ബുദ്ധി കൊണ്ട് മാത്രമേ ആലോചിക്കാനും ധ്യാനിക്കാനും പറ്റൂ. കണ്ണുകൊണ്ട് ധ്യാനിക്കാൻ പറ്റില്ല, ചെവി കൊണ്ട് പറ്റില്ല, വെറും മനസ്സുകൊണ്ടും പറ്റില്ല. ബുദ്ധി കൊണ്ട് വേണം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ. എങ്ങനെ ആലോചിക്കും? അതിൻ്റെ ഗുണവിശേഷങ്ങൾ കണക്കാക്കി ഇങ്ങനെ ആലോചിക്കും. അത് ജന്മമില്ലാത്തതാണ്, മരണമില്ലാത്തതാണ്, വളർച്ചയില്ലാത്തതാണ്, ക്ഷയമില്ലാത്തതാണ്, എങ്ങും വ്യാപിച്ചിരിക്കുന്നതാണ്, പരിവർത്തനശീലമുള്ളതല്ല. അല്ല. അത് സ്ഥിരമാണ്, ശാശ്വതമാണ്, സൂക്ഷ്മമാണ്, സർവവ്യാപകമാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിയെ സജീവമാക്കി ഉത്സുകമാക്കി ആ ബുദ്ധിയിൽ ഉദിക്കുന്നതാണ് ഈ പരമസത്യം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ആ പരമസത്യം ഉള്ളിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനുള്ള സ്ഥാനം എന്താ? എത്ര സർഗോ മൃഷാ. ഈ പ്രപഞ്ചം മിഥ്യയാണ്. ഇത് വെറും ഭാവനാത്മകമാണ്, ഇല്ലാത്തതാണ്, പൊല്ലാത്തതാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ നിലനിൽക്കാത്തത് 1000 തവണ പറയൂ കൂട്ടരെ. നിങ്ങൾ മനുഷ്യരല്ലേ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഞാൻ നിങ്ങളോട് 5ഉം 3ഉം കൂടി എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വിരലുകൊണ്ട് എണ്ണിയിട്ട് പറയുമോ? വെറുതെ പറയില്ലേ നിങ്ങൾ 8 എന്ന്? 500ന് 3 കൊണ്ട് പെരിക്കുക എത്രയാ? 1500. ഇത് ആരാ പറയണത്? കണ്ണോ മൂക്കോ ചെവിയോ ആണോ പറയുന്നത്? 500ന് 3 ഇരട്ടിച്ചാൽ 1500. ആദ്യം 500 അടയ്ക്ക കൊണ്ടുവന്നു, അതിനെ 3 തവണ കൊണ്ടുവന്നു, എന്നിട്ട് കൂട്ടി എണ്ണി കണക്കാക്കി പറയുകയാണോ നിങ്ങൾ 1500 എന്ന്? അല്ലല്ലോ, ബുദ്ധി കൊണ്ടല്ലേ പറയുന്നത്. ആ പറയുന്നത് എല്ലാവരും സ്വീകരിക്കുന്നുണ്ടല്ലോ, ശരി ബലേ ഭേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് കണ്ണും മൂക്കും ചെവിയും മാത്രമേ ഉള്ളൂ കാണാൻ, ഗ്രഹിക്കാൻ? അല്ല, നമുക്കൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിതലത്തിൽ വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഗ്രഹിക്കാനും. സത്യം പരം ധീമഹി. എന്തിനാണ് ഈ സത്യം എന്ന് പറയുന്നത്? ജന്മാദി അസ്യ. നിങ്ങൾ ഈ നിൽക്കുന്ന ഭൂമി, ചുറ്റുമുള്ള ബാക്കി 4 ഭൂതങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഈ ദൃശ്യപ്രപഞ്ചമുണ്ടല്ലോ, ആ ദൃശ്യപ്രപഞ്ചം അതിൻ്റെ അധിഷ്ഠാനമാണ് സത്യം. അതിൽ ഇടതൂർന്ന് വ്യാപിച്ചിരിക്കുന്നു, അതിനെ താങ്ങി നിലനിർത്തുന്നു. ഈ പ്രപഞ്ചം മുഴുവനും അതിൽ പൊന്തിക്കിടക്കുന്ന വെള്ളത്തിലെ കുമിള പോലെ, സമുദ്രത്തിലെ തരംഗം പോലെ. സമുദ്രത്തിലെ തരംഗത്തിൽ സമുദ്രമല്ലാത്ത ഒരു ഭാഗം എന്തെങ്കിലും ഉണ്ടോ? ഒരു വസ്തു ഉണ്ടോ? ഇല്ല. അതുപോലെ വെള്ളത്തിലൊരു കുമിളയുണ്ടായി,
ആ കൊമള ഇങ്ങനെ ഉരുണ്ട് കാറ്റിനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ആ കൊമളയിൽ ജലമല്ലാത്തത് വല്ലതുമുണ്ടോ? ഇല്ല. അതേപോലെ ഈ അധിഷ്ഠാന ചൈതന്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുമിളകളാണ് ഈ പ്രപഞ്ചം മുഴുവനും. കുമിളകളാണ്. അതിൽ ഈ അധിഷ്ഠാന വസ്തു മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രപഞ്ചം പിന്നെ എന്താ? അതിന് വസ്തുനിഷ്ഠതയില്ല, വാസ്തവികതയില്ല. മൃഷാ മൃഷാ മൃഷാ, അത് മിഥ്യയാണ്, അത് തോന്നലാണ്. ഏതുപോലെ? ഉറങ്ങുന്നവൻ സ്വപ്നം കാണുന്നത് പോലെ. സുഖമായിട്ട് കട്ടിലിൽ കിടന്നുറങ്ങുന്നു, അയാൾ സ്വപ്നം കാണുന്നു വാഷിങ്ടണിലേക്ക് വിമാനത്തിലേക്ക് പോയി എന്ന്. എവിടെയാണ് അയാളുടെ വാഷിങ്ടൺ? വാഷിങ്ടണിലേക്ക് പോയ ശരീരം എവിടെ? ശരീരം ഇതാ കട്ടിലിൽ കിടക്കുന്നു. അപ്പോൾ പോയത് വേറെ ഒരു ശരീരം കൊണ്ടാണ്. ആ പോയ വിമാനം പുറത്തുനിന്ന് റാഡാറിൽ പിടിക്കാൻ അതിന് പറ്റില്ല. അത് അയാളുടെ മനസ്സിലെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തൻ എല്ലാറ്റിനെയും വിട്ട് ദേഹത്തിനെ മറന്നു, മനസ്സിനെ മറന്നു, ബുദ്ധിയെ മറന്നു, അഹങ്കാരത്തെ മറന്നു, പ്രപഞ്ചത്തിനെ വിട്ടു, എല്ലാം മാച്ച് പൊയ്ക്കളഞ്ഞു. ആ ഒരു നിലയിൽ അയാൾ കാണുന്ന വാഷിങ്ടണും സഞ്ചരിക്കുന്ന വിമാനവുമെല്ലാം എന്താ? സാങ്കല്പികം, സാങ്കല്പികം, സാങ്കല്പികം. വെറും പ്രത്യയം മാത്രം മാത്രം മാത്രം. അതാണ് അതിനെ മൃഷ എന്ന് പറഞ്ഞത്. ഈ ഭാഗവതത്തിൽ ഇത്തരം ശ്ലോകങ്ങൾ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം എന്നുള്ള നിലയ്ക്കാണ്. ഒരു അവഗ്രഹമങ്ങൾ ഇട്ട് കൊടുത്താൽ എസ് പോലെ അത് അമൃഷ എന്നായി, അപ്പോൾ മൃഷയല്ല എന്നായി. പക്ഷേ വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശ്യം എന്താ പറയുന്നത്? ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപ്പ. കൃഷ്ണൻ തന്നെ ഹംസഗീതയിൽ ഉദ്ധവനോട് പറയാണ്, ഈ ക്ഷേത കാണൂ, വിഭ്രമമിതം, ഇത് മുഴുവനും വിഭ്രമമാണ് എന്ന്. മനസോ വിലാസം, മനസ്സിൻ്റെ വിലാസം മാത്രമാണ്, മനസ്സിൻ്റെ വിലാസം മാത്രമാണ്. ദൃഷ്ടം, കാണപ്പെടുന്നത് ശരിയാണ്, പക്ഷേ കാണപ്പെട്ടാലും അത് വിലാസം മാത്രം. വിനഷ്ടം, നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലോലം, വളരെ ലോലം. അലാതചക്രം, അലാതചക്രം. ഒന്ന് പറയൂ, ഒന്ന് ഉറക്കെ പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? അലാതചക്രം, അലാതചക്രം. ഞാൻ നോക്കൂ, എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്, ഇത്ര വണ്ണേ ഉള്ളൂ. ആ പെൻസിൽ നിങ്ങൾ നല്ലോണം നോക്കിക്കോളൂ. ഇങ്ങനെ ചുറ്റുമ്പോൾ ഒരു വട്ടം കാണുന്നുണ്ടോ? വല്ലോ. അതെങ്ങനെയാണ് ഈ പെൻസിൽ വട്ടായത്? എൻ്റെ കയ്യിൽ വണ്ണം കുറഞ്ഞ ഒരു പെൻസിലേ ഉള്ളൂ. ഞാൻ സ്പീഡിൽ ഇങ്ങനെ കറക്കുമ്പോൾ അവിടെ ഒരു പെൻസിൽ ചക്രമുണ്ടാകുന്നു. അതുപോലെയാണ് ഈ പ്രപഞ്ചം. ഇവിടെ ഉള്ളത് നിങ്ങളുടെ മനസ്സ് മാത്രം, മനസ്സ് മാത്രം. ആ മനസ്സിൻ്റെ കറക്കമാണ് ഈ പ്രപഞ്ചമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അലാതചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ. ഇവിടെ പ്രകാശിക്കുന്നത് മുഴുവൻ നമ്മുടെ ഉള്ളിലുള്ള ഉള്ളുണർവാണ്, ഉൾബോധമാണ്, ശുദ്ധബോധമാണ്, ചൈതന്യമാണ്, പ്രജ്ഞയാണ്. വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്ത്രിധ ഗുണവിസർഗകൃതോ വികൽപ്പ. ഇത് മുഴുവനും മനസ്സിലുണ്ടാവുന്ന വികല്പമാണ്. അപ്പം മൃഷ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ, അതോ അമൃഷയാണോ എന്നുള്ളതിനെ തെളിയിപ്പിച്ച് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഉദ്ധവനോട് പറയായിരുന്നു, യദിദം മനസാ വാച ചക്ഷുഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. പോരാത്തതിന് ഒരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്താം. എന്ത്? യദിദം മനസാ വാച. എൻ്റെ പൊന്നുദ്ധവ, ഞാൻ പറയണത് നല്ല പോലെ കേൾക്കുവപ്പാ. യദിദം, എന്തെല്ലാമാണോ ഉദ്ധവ ഭവാൻ കാണുന്നത് ഇവിടെ. മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ എന്തെല്ലാം ഇവിടെ കാണുന്നുണ്ടോ ഗ്രഹിക്കുന്നുണ്ടോ അത് മുഴുവനും നശ്വരം, നശിക്കുന്നതാണ്. ഗൃഹ്യമാണം, ഗ്രഹിക്കണു എന്നുള്ളത് ശരിയാ, പക്ഷേ നശിക്കുന്നതാണ്. വിദ്ധി മായാമനോമയം, അതത്രയും മായാവിലാസമാണ്.
മനസ്സിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്, പ്രകാശിക്കുന്നത്. എല്ലാ അനുഭവങ്ങളും മനസ്സിലാണ്. നമുക്ക് ദേഹമുണ്ട് എന്നൊരു ബോധമാണ്, ദേഹമില്ല, ദേഹമുണ്ട് എന്നുള്ള ബോധം. ആ ബോധം മനസ്സ് രചിച്ച് മനസ്സിൽ നിൽക്കുന്നതാണ്. അതാണ് യത്ര സർഗോ മൃഷ. അതിനെന്ത് വേണം? സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. അതിനെ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. തുടക്കത്തിലേ പറഞ്ഞു വെച്ചു. 1-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം. ഇത് നമ്മൾ ആദ്യകാലത്ത് നൈമിഷാരണ്യത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടതവിടെ. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. തത്വജ്ഞാനികൾ തത്വത്തെക്കുറിച്ച് ആലോചിച്ച് വിദഗ്ധമായി പരിശോധിച്ച് അന്വേഷണം നടത്തി കണ്ടെത്തി സാക്ഷാത്കരിച്ച് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ തക്ക സാമർഥ്യമുള്ള മഹാത്മാക്കൾ പറയുന്നതാണ് എന്ത്? യത് ജ്ഞാനം അദ്വയം. അദ്വയജ്ഞാനമാണ് പരമസത്യം. നമ്മൾക്കുള്ള ജ്ഞാനം ദ്വയമാണ്. എല്ലാം വേറെ വേറെ, ഭൂമി വേറെ, വെള്ളം വേറെ, വായു വേറെ, അഗ്നി വേറെ, ആകാശം വേറെ, നമ്മുടെ കൈകൾ വേറെ, വിരലുകൾ വേറെ, കാല് വേറെ, കണ്ണ് വേറെ, മൂക്ക് വേറെ, ഉള്ളു വേറെ, പുറം വേറെ, എല്ലാം വേറെ വേറെയാണ് നമുക്ക്. ഈ വേറെ വേറെ എന്ന് അറിയിക്കുന്നതും അനുഭവിപ്പിക്കുന്നതുമായ ജ്ഞാനമല്ല, നേരെ മറിച്ച് അദ്വയം. എല്ലാം ഒന്നാണ്. ഇപ്പം മനസ്സിൽ പല ചിന്തകളും പൊന്തി വരുന്നു. ചിന്തകളൊക്കെ വ്യത്യസ്തങ്ങളാണ്. എന്നാലും ആ ചിന്തയെല്ലാം തന്നെ മനസ്സ് എന്ന് പറയുന്ന കോശത്തിൽ ഉദിച്ചു വരുന്ന തരംഗങ്ങളാണ്. സമുദ്രത്തിൽ കരയിലിരുന്ന് നിങ്ങൾ സമുദ്രത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അലകളിങ്ങനെ വന്നപ്പോൾ ഓരോ അലയും നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കൂ. 1, 2, 3, 4. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും എത്ര അല വന്നു പോയി കാണും? 100 കണക്കിന്, 1000 കണക്കിന്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ 100ഉം 1000ഉം ഉണ്ടായാലും ആ 1000 ആ സമുദ്രത്തിലുണ്ടോ അല? ഇല്ലല്ലോ. സമുദ്രജലം ഒന്ന് മാത്രമല്ലേ. അപ്പോൾ ആ അല മുഴുവനും സമുദ്രത്തിൻ്റെ വിശേഷ പ്രകടനമാണ്. അവിടെ വസ്തുവ്യത്യാസമില്ല, കൂടുതൽ വസ്തുക്കളില്ല എന്ന് പറയുന്നത് പോലെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ആ അദ്വയമായിരിക്കുന്ന ജ്ഞാനത്തെയാണ് പരബ്രഹ്മം, അന്തിമ സത്യം, പരമാത്മാ, ഞാൻ എന്ന് പറയുന്ന പരമ്പൊരുൾ, ഉൾപ്പൊരുൾ, ഭഗവാൻ ഇതി ശബ്ദതേ, ഇങ്ങനെ വിവിധ പേരുകൾ പറയുന്നത്. പരമസത്യം ബുദ്ധിയാൽ മാത്രം ധ്യാനിക്കേണ്ടതാണ്. സത്യം പരം ധീമഹി. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ധീമഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ആലോചനാരൂപത്തിൽ ഞാൻ ധ്യാനിക്കുന്നു. കാരണം ഐന്ദ്രിയകത ആകെ മിഥ്യയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്തെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ അതൊന്നും വാസ്തവമല്ല. ദർശനാനുഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലാണ്. നിങ്ങൾ എന്തിനെ വേണമെങ്കിൽ കണ്ടോളൂ. ഒരു പർവ്വതത്തെ കണ്ടോളൂ, വൃക്ഷത്തെ കണ്ടോളൂ, കെട്ടിടം കണ്ടോളൂ, നിങ്ങളുടെ കുട്ടികളെ കണ്ടോളൂ. കാണുന്നു ദാ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ആ അനുഭവം നിങ്ങളുടെ ഉള്ളിലും മനസ്ഥലത്തിലുമാണ്. വൃക്ഷം അവിടെ നിൽക്കണു, നിങ്ങളിവിടെ നിന്ന് നോക്കുന്നു. വൃക്ഷം നിങ്ങളുടെ അടുത്ത് വരുന്നില്ല, നിങ്ങൾ അങ്ങോട്ടും പോണില്ല. പക്ഷേ വൃക്ഷദർശനം എനിക്ക് ഉണ്ടാവുന്നുണ്ട്. എൻ്റെ കൂട്ടരെ ഒന്ന് പറയൂ, ആ ദർശനം എവിടെ? കണ്ണിൽ നിന്ന് 1/2 മില്ലിമീറ്റർ പുറമെയാണോ അത്? അല്ല. കണ്ണിലാണോ? കണ്ണിലുമല്ല. കണ്ണിന് ഇത്ര വലിയ വൃക്ഷത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. വൃക്ഷദർശനം അതിൻ്റെ ആ പ്രകാശകിരണങ്ങൾ വന്ന് കണ്ണിലടിക്കുമ്പോൾ, കണ്ണിൽ തൊടുമ്പോൾ ഉടനെ ഇലക്ട്രിക്കൽ പൾസസ്, വിദ്യുത് ശക്തി ധ്വനികളാണ് ഇവിടുന്ന് ബുദ്ധിതലത്തിലേക്ക് അയക്കുന്നത്, തലച്ചോറിലേക്ക്. അത്രമാത്രമേ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നുള്ളൂ. ദർശനം നടക്കുന്നത് മുഴുവൻ ഉള്ളിലാണ്. അപ്പോൾ ദർശനാനുഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലാണ്, ബാഹ്യമല്ല. വസ്തുക്കൾ ദർശനം മാത്രം. അത് ദ്രഷ്ടാവിൻ്റെ വിലാസമാണ് വസ്തുദർശനം. ദ്രഷ്ടാവിനെ വിട്ട് ഒരു ദൃശ്യമില്ല. ദൃഷ്ടമണ്ഡലത്തിലുള്ളതാണ്. സ്വപ്നത്തിലുള്ള വാഷിങ്ടണും അവിടേക്ക് പോയ വിമാനവും വാസ്തവത്തിൽ ഉണ്ടായിരുന്നുവോ അതോ കിടക്കുന്നവൻ്റെ ഉൾത്തലത്തിലുള്ള ഒരു വിലാസമോ? അത് ലോകം ഒരിക്കലും നമ്മെ കാണുന്നില്ല.
നമ്മളെ ലോകത്തെ കാണുന്നുള്ളൂ. കാഴ്ച കാണുന്നവൻ്റെ അല്ലേ, കാണുന്നവനല്ലേ. ഞാൻ കാണുന്നത് എന്നിലാണ്. ഞാൻ വിട്ട് പുറത്തെനിക്കൊരു കാഴ്ചയില്ല. ഈ ലോകത്തിന് കാണാനുള്ള ശക്തിയില്ല, ജഡമാണത്. കാണാനുള്ള ശക്തി ജീവസ്സായിരിക്കുന്ന തനിക്കാണ്, നിങ്ങൾക്കാണ്, എനിക്കാണ്. കണ്ണിന് കാണാൻ പറ്റില്ല പരമസത്യത്തെ, ബുദ്ധി കൊണ്ട് ആലോചിക്കാനേ പറ്റുള്ളൂ. അതിനാൽ ദൃശ്യപ്രപഞ്ചം സത്യത്തിൽ പ്രകാശിക്കുന്നതല്ല, അത് മൃഷയാണ്. ഈ സത്യത്തെ തന്നെയാണ് 12-ാം സ്കന്ധത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഒരു ശാസ്ത്രത്തിൻ്റെ ലക്ഷണത്തിൽ ഉപക്രമം, ഉപസംഹാരം എന്ന് തുടങ്ങി പല ഭാഗങ്ങളുമുണ്ട്. ഉപക്രമം, ഉപസംഹാരം, പിന്നെ ആവർത്തിച്ച് പറയണം, യുക്തിസഹമായി അതിനെ തെളിയിപ്പിക്കണം, ഫലശ്രുതി പറയണം, അപൂർവതയും ഉണ്ടാവണം. ഇങ്ങനെ 6 ലക്ഷണങ്ങളോട് കൂടിയതാണ് ശാസ്ത്രം. അപ്പോൾ അവസാനം പറയുകയാണ്, കസ്മൈയേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതഃ തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സത്യം പരം ധീമഹി. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ 3 പദങ്ങളാണ്. അതേ 3 പദങ്ങളാണ് 12-ാം സ്കന്ധത്തിലും ഇതാ പറയുന്നത് സൂതൻ. കസ്മൈയേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണേ രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതഃ തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ഈ സത്യത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് ധ്യാനിക്കുന്നത് എന്തിനാ? അതാണ് ശുദ്ധം. മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നത് ഈ സത്യധ്യാനമാണ്. അതാണ് വിമലം, യാതൊരു മാലിന്യവുമില്ലാത്തത്. വിശോകം, അതിൽ ശോകത്തിൻ്റെ ഒരു കണിക പോലും കാണില്ല. ദുഃഖത്തിൻ്റെ അമൃതം, അതിൽ മർത്യത്വം, നശ്വരത്വമില്ല, അത് അനശ്വരമാണ്. ആ സത്യത്തെയാണ് മനസ്സുകൊണ്ട് ധ്യാനിക്കേണ്ടത്, ധ്യാനിക്കുന്നത്. നിങ്ങൾ പറയൂ, ശ്രീമദ് ഭാഗവതം ഒരു ജ്ഞാനശാസ്ത്രമല്ലേ? അത് കേട്ട് ഗ്രഹിച്ച് ആലോചിച്ച് ഉൾക്കൊള്ളാനുള്ളതല്ലേ? അത് മനുഷ്യനെ ഇരുത്തി ധ്യാനിപ്പിക്കുന്നതല്ലേ? പരീക്ഷിത്ത് എന്താ ചെയ്തത്? ആഹാരവും വെള്ളവും ഒക്കെ വേണ്ടാന്ന് വെച്ചു. ശുഗൻ പറയണത് മാത്രം കേൾക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി ഇരിക്കാം. എണീറ്റ് പോകേണ്ട ആവശ്യമില്ല. മൂത്രവിസർജനത്തിന് വെള്ളം കുടിക്കുന്നില്ല. അവിടെ ഇരുന്ന് അദ്ദേഹം പറയുന്നത് മുഴുവൻ കാതുകൊണ്ട് കേട്ടു. കേൾക്ക് മാത്രമേ ശ്രവണത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം ഉള്ളിലുള്ള മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലുമാണ് നടന്നത്. കേട്ട വാക്കുകളൊക്കെ ആശയങ്ങളായിരുന്നു. ആശയം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതും മനസ്സിന് മാത്രം ഗ്രഹിക്കാവുന്നതുമാണ് ആശയം. അപ്പോൾ പറഞ്ഞതൊക്കെ ആശയങ്ങളാണ്. അക്ഷരങ്ങൾ കൊണ്ട് രചിച്ച വാക്കുകളും വാക്യങ്ങളും ഖണ്ഡികകളുമാണ്. ആ പറഞ്ഞതൊക്കെ കേട്ടു. ആ ആശയം ഉള്ളിൽ ധ്വനിച്ചു, ഉദിച്ചു. അവിടെ ഒരു വിപ്ലവം പോലെ അതുകൊണ്ട് മാറ്റങ്ങളുണ്ടാക്കി. ലയിച്ചു ചേർന്നു. മനസ്സിൻ്റെ ഘടന ആകെ മാറി. ഒരു വലിയ ചരക്കിൽ വെള്ളം വെച്ചു, ശുദ്ധവെള്ളം. അതിൽ പാൽത്തുള്ളി ഓരോന്നായിട്ട് ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? ഓരോ തുള്ളി വീഴുമ്പോഴും വെള്ളത്തിൻ്റെ നിറം മാറും. ധാരാളം തുള്ളിയായാൽ അവിടെ വെള്ളം എന്നൊന്ന് കാണുകയില്ല, പാല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ മനസ്ത്വമുണ്ടല്ലോ, അത് കുറേശ്ശെയായി പോയി ആ മനസ്തത്വത്തിൻ്റെ സ്ഥാനത്ത് സത്യം അങ്ങോട്ട് ഉദിച്ചു വന്നു തുടങ്ങും. അതാണ് പരീക്ഷത്തിനുണ്ടായത്. പരീക്ഷിത്ത് ഓടിയില്ല, ചാടിയില്ല, തപസ് ചെയ്തില്ല, പർവ്വതത്തിലേക്ക് പോയില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആ കേൾക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കൽ.
ഗ്രഹിക്കൽ എന്ന് പറഞ്ഞാൽ അതായിത്തീരൽ. അങ്ങനെ കേട്ട് ആ സത്യത്തെ ഉൾക്കൊണ്ടു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ? നിർവചിക്കാൻ പറ്റാത്തതായ ആ മൂല സാന്നിധ്യം പരബ്രഹ്മം ആദ്യമായി ബ്രഹ്മാവോട് പറഞ്ഞു. ബ്രഹ്മ അത് നാരദന് ഉപദേശിച്ചു. നാരദൻ കൃഷ്ണദ്വൈപായനൻ വ്യാസൻ ഉപദേശിച്ചു. വ്യാസൻ പറഞ്ഞു കൊടുത്തത് ശുഗനാണ്. ശുഗനോ അത് പരീക്ഷിത്തിനും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ വന്നിട്ടുള്ള സത്യം പരം ധീമഹി, എൻ്റെ പൊന്നു കൂട്ടരെ, ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത് ഇതാണ്. ഇന്ദ്രിയതലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിന് മീതെ അതിന് ആധാരമായി, അധിഷ്ഠാനമായി, ഉൾപ്രകാശവും സാന്നിധ്യവുമായി പരിലസിക്കുന്ന പരമസത്യത്തെയാണ് ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത്. അതാണ് പരീക്ഷത്തിന് ഗ്രഹിക്കാൻ കൊടുത്തത്. അത് ഗ്രഹിച്ച് 6 ദിവസം കഴിഞ്ഞു, പകുതി ദിവസവും കൂടി കഴിഞ്ഞു, തക്ഷകൻ വരാറായി. അപ്പോൾ പരീക്ഷിത്ത് പറയാണ്, മഹർഷേ, എൻ്റെ പൊന്നു മഹർഷേ, അങ്ങ് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു, ഗ്രഹിച്ചു, ഉൾക്കൊണ്ടു. ഇതാ എൻ്റെ ഉള്ളിൽ അനുഭവ രൂപത്തിൽ തെളിയുന്നു, പ്രകാശിക്കുന്നു, പരിലസിക്കുന്നു അങ്ങ് പറഞ്ഞതെല്ലാം. ഞാനിനി തക്ഷകനെ പേടിക്കുന്നില്ല. എൻ്റെ ഇന്ദ്രിയങ്ങളെ ഇതാ ലോകവസ്തുക്കളിൽ നിന്ന്, ദർശനത്തിൽ നിന്ന് ഞാനിതാ പിൻവലിക്കുന്നു. മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും പിൻവലിക്കുന്നു, ബുദ്ധിയെ മനസ്സിൽ നിന്നും പിൻവലിക്കുന്നു. ഇതാ എൻ്റെ ഉള്ളിൽ തന്നെ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിലിതാ ഞാൻ വിലയം പ്രാപിക്കുകയായി. ലാസ്റ്റ് വേർഡ്സ്, അവസാന വാക്കായിരുന്നു അത്. ഞാൻ വിലയിക്കുകയായി. ശുഗമുനി തൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞതും ഉടനെ അദ്ദേഹം സ്ഥലം വിട്ടു. അപ്പോഴാണ് തക്ഷകൻ്റെ വരവ്. ഇത് ആരറിഞ്ഞു? പരീക്ഷിത്തറിഞ്ഞില്ല. അവിടെ കാണികളായി നിൽക്കുന്നവരാണ് തക്ഷകൻ്റെ വരവറിഞ്ഞത്. തക്ഷകൻ കടിച്ചു. ആ കടിത്തീയിൽ നിന്ന് തീയെ നിർഗളിച്ചു. ആ തീജ്വാലകളിൽ ശരീരം വെന്ത് വെണ്ണീറായി. പരീക്ഷിത്ത് ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ ശ്രീമദ് ഭാഗവതത്തെ പറയാറുള്ളത് എന്ത്? മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്നാണ്. മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം. താൻ ചെയ്തത് തെറ്റാണ്, മഹാപാപമാണ്. അതിനിതാ എനിക്ക് ശാപവും വിധിയും കിട്ടിക്കഴിഞ്ഞു. ഇനി ഉള്ള ദിവസം എനിക്ക് യാതൊന്നും വേണ്ട. പരീക്ഷിത്തൊരു മഹാനായിരുന്നു, മഹാമനസ്കൻ. ഒരബദ്ധം പറ്റിയത് ശരി. മനുഷ്യന് തെറ്റ് സംഭവിക്കാം, എന്ത് തെറ്റിനും പരിഹാരമുണ്ട്. പരീക്ഷിത്ത് കണ്ടുപിടിച്ച പരിഹാരം പ്രായോപവേശമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. ആ ശരീരം നിലനിൽക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ സജീവമാകുന്നത്. ഇന്ദ്രിയങ്ങളുടെ സജീവത്വമാണ് ലോകദർശനത്തിന് കാരണം. അപ്പം ഞാൻ അതിൻ്റെ വേര് മുറിക്കുകയാണ്. ഭക്ഷണം നൽകാതെ, വെള്ളം നൽകാതെ. ദേഹമേ, നീ എങ്ങനെ വേണമോ അങ്ങനെ ഇരുന്നോ. ഞാൻ നിന്നെ പോഷിപ്പിക്കാൻ പോകുന്നില്ല. ഇത്രയും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, ജലപാനവുമില്ല. അങ്ങനെ ആയാലും ശരീരത്തിന് ഒരു പക്ഷേ ഒരു 15, 20, 21 ദിവസം വരെ നിൽക്കാൻ പറ്റും. അതിലുള്ള സാമഗ്രികളെടുത്ത്. എന്താ കാരണം? ഹൃദയത്തിന് വായു കിട്ടുന്നുണ്ടല്ലോ, ശരീരത്തിലെ ചൂടുമുണ്ടല്ലോ. വായു ഇല്ലാതെ ആവുന്നില്ല, വായു മാത്രമേ ഉള്ളൂ. വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. അത് രണ്ടും വായിൽ നമ്മൾ കൊടുത്താലേ ഉള്ളൂ. മൂക്കിനും ശ്വാസകോശത്തിനും നമ്മൾ കൊടുത്തിട്ട് വേണ്ട, അത് വായു തന്നെ വലിച്ചെടുത്തോളും, വിട്ടോളും. അപ്പോൾ ആ ശ്വാസപ്രവർത്തനങ്ങൾ വഴി 6 ദിവസം നിലനിന്ന ശരീരം തക്ഷകൻ വന്ന് കടിച്ച് കടിത്തീയിലുള്ള അഗ്നി ജ്വലിച്ച് അതിൽ വെണ്ണീറായിപ്പോയി. പരീക്ഷിത്തറിഞ്ഞില്ല. എൻ്റെ പൊന്നു കൂട്ടരെ, ശ്രീമദ് ഭാഗവത പ്രിയന്മാരെ, കൃഷ്ണസ്നേഹികളെ, നിങ്ങൾ മനസ്സിലാക്കൂ.
മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രഭാവം അസീമമാണ്. അതിന് അതിർത്തി കെട്ടാൻ, മതിൽ കെട്ടാൻ നിങ്ങൾ ഒരൊറ്റ ആളും പരിശ്രമിച്ചു പോകരുത്. മനസ്സിനുള്ളത് സങ്കല്പശക്തിയാണ്, ഭാവനാബലമാണ്, വിചാരശക്തിയാണ്, ചിന്താ പ്രഭാവമാണ്, വിചിന്തന മേധാവിത്വമാണ്. മനസ്സിനുള്ളത് അതാണ്. രചിക്കുന്നതും മനസ്സ്, രചിച്ചതിനെ ഇല്ലാതെ ആക്കി തീർക്കുന്നതും മനസ്സ്. കാലത്തെണീറ്റ് രാത്രി 8-10 മണി വരെ കഠിനാധ്വാനവും വസ്തുദർശനവും സമ്പർക്കവുമായി കഴിയുന്ന വ്യക്തി എന്തു ചെയ്യുന്നു? രാത്രി കടക്കുന്നതോടുകൂടി ആ ജാഗ്രത അവസ്ഥയെ മുഴുവനും ഒറ്റടിക്ക് മാച്ചു. ഒരു പൊട്ടുപോലും അവിടെ ബാക്കിയില്ല. 16 മണിക്കൂറായി നടന്നുകൊണ്ടിരുന്ന വ്യവഹാരങ്ങളും സമ്പർക്കങ്ങളുമെല്ലാം അരമിനിറ്റ് കൊണ്ട് തുടച്ച് ശരീരത്തെ ആകെ തളർത്തി നിൽക്കാൻ വയ്യാതെ കിടന്ന് ഉറക്കുന്നതായ ഒരു വിശേഷ പ്രഭാവം ഈ മനസ്സിനുണ്ടപ്പാ. 16 മണിക്കൂറേ നിങ്ങൾ ഉണർന്നിരിക്കുന്നുള്ളൂ, 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാണ്. ഈ ലോകം നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴേ ഉള്ളൂ. അതിൻ്റെ പകുതി സമയം ഇതില്ല. ലോകമില്ല, പക്ഷേ നിങ്ങളില്ലാതാകുന്നില്ല. ജാഗ്രത അവസ്ഥയിൽ എങ്ങനെ ഞാൻ ഉണ്ടായിരുന്നുവോ അതേപോലെ ഞാൻ ഈ ജാഗ്രത ഇല്ലാതെ അതേപോലെ നിലനിൽക്കുന്നു. എനിക്ക് മുറിവേൽക്കുന്നില്ല, കുറവേൽക്കുന്നില്ല, മറയേൽക്കുന്നില്ല, ഒരു വിധത്തിലുള്ള മാറ്റവും എനിക്ക് സംഭവിക്കുന്നില്ല. ജാഗ്രതയിലെ ഞാൻ തന്നെയാണ് സുഷുപ്തിയിലെയും ഞാൻ. ആ ഞാൻ ഒരു കോട്ടമില്ല, കുറവില്ല. അതിന് ഒന്നുമൊട്ട് ആവശ്യമില്ല. അതിന് ദേഹം വേണ്ട, മനസ്സ് വേണ്ട, ബുദ്ധി വേണ്ട, അഹങ്കാരവും വേണ്ട, ലോകവും വേണ്ട. സുഖമായിട്ട് എല്ലാറ്റിനെയും മറന്നു കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നവന് പണം വേണോ? പ്രതാപം വേണോ? വിവാഹം വേണോ? സന്താനം വേണോ? വിശപ്പുണ്ടോ? ദാഹമുണ്ടോ? മറുപടി പറയുന്നപ്പാ. ഒന്നും വേണ്ടല്ലോ ഉറങ്ങുന്നവന്. ഒന്നുമില്ലാതെ അവൻ എണീറ്റ് പറയാണ്, വളരെ സുഖമായി ഞാൻ കിടന്നുറങ്ങി. എവിടുന്ന് വന്നു ആ സുഖം? പുറമേ നിന്നല്ല, തന്നിൽ നിന്ന്. താൻ തന്നെ സുഖസ്വരൂപിയാണ്. എൻ്റെ സുഖം അനുഭവിക്കാൻ എല്ലാം എനിക്ക് തടസ്സമാണ്. കണ്ണെനിക്ക് തടസ്സമാണ്, കാതെനിക്ക് തടസ്സമാണ്, മൂക്ക് തടസ്സമാണ്, നാവ് തടസ്സമാണ്, ത്വക്ക് തടസ്സമാണ്, ദേഹം തടസ്സമാണ്. എല്ലാറ്റിനെയും വിട്ട് മാച്ച് സുഖമായി കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് പരമസുഖമായി കിടന്നുറങ്ങും. പടുദരിദ്രനും ഉറങ്ങും, മഹാപ്രഭുവും കിടന്നുറങ്ങും. ഈ രണ്ടുറക്കത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു? ഒരു പായ വിരിച്ച് നിലത്ത് കിടക്കുന്നു ഏഴപ്പെട്ടവൻ, പൂമെത്തയിൽ കിടക്കുന്നു മഹാപ്രഭു പണക്കാരൻ. രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് പൂമത്തയുമില്ല, പായയുമില്ല, ദേഹം പോലുമില്ല. ഈ ഒരു മഹാസമ്പത്ത് പേറി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടപ്പാ, ഉള്ളിലുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്. പുറത്തില്ല. കസ്തൂരിമാൻ മണം എവിടുന്നാ വരണേ എന്ന് പറഞ്ഞ് നോക്കി ഓടി നടക്കുമത്രേ. ആ ഓടി നടക്കുന്ന സമയത്താണ് അതിന് വേടൻ അമ്പ് ചെയ്ത് താഴത്ത് തട്ടിയിടുന്നത്. അതിൽ കസ്തൂരിയുണ്ട്. ആ കസ്തൂരിയിൽ നിന്നാണ് മണം. അത് പാവം അറിയുന്നില്ല തന്നിൽ നിന്നാണെന്ന്. ആ മണം അന്വേഷിച്ച് ഓടി നടക്കുന്നു ആ മാൻ. അതേമാതിരിയാടോ മനുഷ്യ, താനും ഒരു കസ്തൂരി മാനാടോ. കസ്തൂരി മാനുകളാണ് നിങ്ങളെല്ലാവരും. സുഖം എവിടെ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കിട്ടില്ല, അമേരിക്കയ്ക്ക് പോണു. അവിടെയും കിട്ടില്ല, കാനഡയ്ക്ക് പോണു. ആയില്ല, ഫ്രാൻസിലേക്ക് പോയി.
വിട്ട് ജർമ്മനിയിലേക്ക് പോയി, അവസാനം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. എന്താണപ്പാ ഈ ഓട്ടത്തിനർത്ഥം? ശ്രീമദ് ഭാഗവതം എടുക്കൂ, വായിക്കൂ, ചിന്തിക്കൂ, ഗ്രഹിക്കൂ, ഉൾക്കൊള്ളൂ, അതിൽ പറയുന്നത് ആയിത്തീരൂ. ഇതാണപ്പാ ശ്രീമദ് ഭാഗവതം. ജ്ഞാനപ്രദീപപുര, ഇതൊരു ജ്ഞാനപ്രദീപമാണ്. കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുര. പണ്ടേ തന്നെ ഈ ജ്ഞാനദീപം, ഈ ജ്ഞാനവിളക്ക് വിഭാസിത പ്രകാശിപ്പിക്കുകയുണ്ടായി. ആയത് എന്തിൽ നിന്ന് ഈ കാണുന്നതെല്ലാം ഉദ്ഭവിച്ചുവോ ആ മൂലസാന്നിധ്യം ആദ്യമായി ബ്രഹ്മാവിന് ഈ പ്രദീപത്തെ, ഈ ദീപത്തെ വെളിപ്പെടുത്തി പ്രകാശിപ്പിച്ചു കൊടുത്തു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എല്ലാറ്റിനും മൂലമായിരിക്കുന്ന ആ സാന്നിധ്യം ഈ പ്രദീപത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല, ഒന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ ഒന്നും സഹായത്തോടു കൂടിയല്ല ആ ജ്ഞാനം പ്രദീപമായി പ്രകാശിച്ചത്. ആ ജ്ഞാനം അതിൻ്റെ ഉള്ളിലുള്ളതാണ്. എന്തിൻ്റെ ഉള്ളിൽ? ഈ കാണുന്ന ദൃശ്യവസ്തുക്കളിൽ ഒന്നിനുമില്ലാതെ ദൃശ്യാതീതമായ ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ പ്രകാശമാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതമായി രചിച്ചത്, തൻ്റെ മകൻ ശുകദേവന് പഠിപ്പിച്ചു കൊടുത്തത്. ആ ശുകനാണ് പ്രായോപവേശത്തോടുകൂടി പരീക്ഷിത്ത് മഹാരാജാവിത ഗംഗാതീരത്തിൽ ദർഭ വിരിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒന്ന് കണ്ടുകളയാം എന്ന് പറഞ്ഞ് സ്വമേധയാ അവിടെ ചെന്നത്. അദ്ദേഹത്തെ കണ്ട മാത്രത്തിൽ പരീക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലായി. കാല് പിടിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് ആസനത്തിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, ആസന്നമരണനായിരിക്കുന്നവൻ എന്താ വേണ്ടത് എന്ന്. അതിന് മറുപടിയായിട്ടാണ് ഭാഗവതം ഉപദേശിച്ചത്. എവിടെ പോയി കാര്യങ്ങൾ? നിങ്ങൾ എന്നോടൊന്ന് പറയുമോ, ഈ ഭാഗവതം വെറും ഭക്തി ഗ്രന്ഥമാണോ, അതോ ഇതിൽ പറയുന്ന വാക്കുകളെല്ലാം ആശയ ദീപകമാണോ, ദ്യോതകമാണോ? ഇതിൽ പറയുന്ന ഓരോ വാക്കിലും ആശയമുണ്ട്. ആ ആശയം മനസ്സിനും ബുദ്ധിക്കും ഗ്രഹിക്കാനുള്ളതാണ്. അത് വായിക്കൂ, ഗ്രഹിക്കൂ. അതാണല്ലോ അത് വളരെ ഭംഗിയായി പറയുന്നത്. എന്താ പറയുന്നത്? ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. എനിക്ക് ഈ 3 വാക്കുകൾ എത്ര പറഞ്ഞാലും മതി വരുന്നില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നുഴഞ്ഞു കയറി നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ട് എനിക്ക്. തച്ഛൃണ്വൻ, ഈ ഭാഗവതം കേട്ട്, വിപഠൻ, കുറച്ച് കഴിഞ്ഞാൽ സ്വയം എടുത്ത് വായിച്ച്, വിചാരണപരോ, ആ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലും ബുദ്ധിയിലും താതാത്മ്യത്തോടുകൂടി ഉൾക്കൊണ്ട് വിചാരം നടത്തി ഭാഗവതം ഉദ്ബോധിപ്പിക്കുന്നത് സത്യമാണ് അല്ലേ? ആ സത്യം ഐന്ദ്രിയം അല്ല, ഇന്ദ്രിയതലത്തിന് അതീതമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്തലത്തിൽ, ബുദ്ധിതലത്തിൽ, അഹങ്കാരതലത്തിൽ സന്നിഹിതമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട സാന്നിധ്യമാണത്. അത് സാന്നിധ്യമാണല്ലേ. ഞാൻ എവിടേക്കാണ് ഓടുന്നത് കസ്തൂരി മാന പോലെ, ഈ ഓട്ടം നിർത്തി ഭാഗവത ശ്ലോകങ്ങളിൽ എവിടെ നമുക്ക് താത്പര്യം തോന്നുന്നുവോ, താതാത്മ്യം തോന്നുന്നുവോ, ആ ശ്ലോകങ്ങളെടുത്ത് ആലോചിച്ച് ഉൾക്കൊണ്ട് സാക്ഷാത്കരിച്ച് അതിൽ നിർവൃതി കൊള്ളാൻ എനിക്ക് സാധിക്കണേ. ഈ വിചാരമാണ് നിങ്ങൾക്ക് വേണ്ടത്. ശ്രീമദ് ഭാഗവതം പുരാണമമലം, പരമപവിത്രമായിരിക്കുന്ന പണ്ടേ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. യദ്വൈഷ്ണവാനാം പ്രിയം, വിഷ്ണുഭക്തന്മാർക്ക് ഏറ്റവും പ്രിയമാണിത്, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. യസ്മിൻ, ഏതിലാണോ
പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. എന്തിലാണോ പാരമഹംസ്യം ഏകം അമലം ജ്ഞാനം, പരമഹംസന്മാർ പറയുന്നതും ആസ്വദിക്കുന്നതും സാക്ഷാത്കരിച്ചിട്ടുള്ളതും ബാക്കിയുള്ളവരെ സാക്ഷാത്കരിപ്പിക്കാൻ വേണ്ടി ഉദ്ബോധിപ്പിക്കുന്നതുമായ പരമപവിത്രമായ ജ്ഞാനം, അറിവ് എന്തിലാണോ ഗീയതേ പാടിയിട്ടുള്ളത്. എല്ലാം ശ്ലോകങ്ങളല്ലേ, അതുകൊണ്ടത് പാട്ട് തന്നെയാണ്, ഗീതമാണ്. ശോകം ഉന്മൂലനം ചെയ്യുന്നതാണ് ശ്ലോകം. പരം ജ്ഞാനം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. അവിടെ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനവിരാഗഭക്തിസഹിതം. ഒരു ഭാഗത്ത് ജ്ഞാനം, ഞാൻ ഈ പറയുന്നതൊക്കെ ജ്ഞാനാണ്, അതിൽ ഭക്തിയുണ്ട്. ആ പറയുന്ന ഭാഷയിലും ഉദ്ദേശത്തിലും ലോകത്തോട് നിങ്ങളുടെ മനസ്സിൽ വൈരാഗ്യം ജനിപ്പിക്കണം എന്ന് അതികലശലായിട്ട് ഈ ഭൂമാനന്ദ സ്വാമിക്കുണ്ട്. ഈ ഒരൽനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടികളായി കഴിഞ്ഞാൽ പോരാ പോരാ പോരാ, ശരിക്കും കാര്യം കണ്ടെത്തണം എന്നുള്ളൊരു വിചാരം നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാവണം ഉണ്ടാവണം ഉണ്ടാവണം. അവരുടെ ജീവിതം ധന്യധന്യമാകണം. അവർക്ക് പാടും 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 വിഷമവും ഉണ്ടാവരുത്. ജീവിതം ഒരു ഭാരമാകരുത്. ജീവിതം ഒരു ഉത്സവമായി തീരണം. ലാഘവം അനുഭവപ്പെടണം. കുടുംബത്തിലാണല്ലോ സർവ്വവിധത്തിലുള്ള വിഷമങ്ങളും പറയുക. കുട്ടികളില്ലെങ്കിൽ ഇല്ലാത്ത വിഷമം, ഉണ്ടെങ്കിലോ അവർ നേരാൻ വണ്ണം ആവാത്തതിൽ വിഷമം. എപ്പോൾ നോക്കിയാലും വിഷമം വിഷമം വിഷമം. ആ വിഷമാഗ്നിയിൽ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അത് മാറി അവർക്ക് ജീവിതം ഒരു ഭാരമല്ലാതെയാകണം, കനം കുറയണം, ഉത്സവ സദൃശമാകണം. ഓരോ നാളും ഓരോ നാളും ഓരോ ആഴ്ചയും ഓരോ പക്ഷവും ഓരോ മാസവും ഓരോ വർഷവും. ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. അതിൽ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യം. ഒരു ഭാഗത്ത് ജ്ഞാനം ഭഗവാനെ സംബന്ധിച്ച്, തന്നെ സംബന്ധിച്ച്, മനസ്സ് ബുദ്ധി എന്നിവയെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, പാഞ്ചഭൗതികതയെക്കുറിച്ച്, അതിൻ്റെ അധിഷ്ഠാനത്തെപ്പറ്റി ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യം. എന്താ ഈ നൈഷ്കർമ്മ്യം? ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, വാങ്ങേണ്ടതെല്ലാം വാങ്ങി. ഇനി എനിക്ക് ഒന്നുമേ ഇല്ല, എനിക്ക് ഒന്നോട്ട് വേണ്ട. ഞാൻ കൃതാർത്ഥനായി 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 സംതൃപ്തനായി സാഫല്യദീപ്തനായി. എനിക്ക് ഒന്നും വേണ്ട, ഒന്നും കൊടുക്കും വേണ്ട, വാങ്ങും വേണ്ട. ആപ്തകാമനായി ഞാൻ ആനന്ദഭരിതനാണ്. ഇതാണ് നൈഷ്കർമ്മ്യം. എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണത്, അപൂർവമായി. എപ്പോഴുമല്ല, അപൂർവമായി. എന്താ പറയണത്? ഈ സ്വാമിക്ക് ഒന്നും വേണ്ട, ഈ സ്വാമി ഒന്നുമല്ല. ഈ ഒന്നും വേണ്ടാത്തതും ഒന്നുമല്ലാത്തതുമാണ് എൻ്റെ ധനം. എന്താ എൻ്റെ ധനം? ഒന്നും വേണ്ട, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നും വേണ്ട. ഭഗവാൻ വന്നിപ്പോൾ എന്നോട് ചോദിച്ചാ, സ്വാമിജി എന്താണ് വേണ്ടത്? ഞാൻ നോക്കിയിട്ട് ഒന്നും കാണാനില്ലല്ലോ എൻ്റെ അപ്പ, എന്നെ ബുദ്ധിമുട്ടിക്കരുതേ ഈ ചോദ്യം ചോദിച്ച്. എന്തു പറയണു നിങ്ങൾ? പണമുള്ളവൻ ദരിദ്രനാണ്, പണമില്ലാത്തവനാണ് ധനികൻ. ധനികൻ സന്തുഷ്ടിയാണ് പരമധനം. സന്തുഷ്ടിയാണ് പരമധനം. ധനം നമുക്ക് ദോഷമുണ്ടാക്കാനാണ്. ദോഷം എന്ന് പറയുന്നത് ഉള്ളിൽ മനസ്സിൻ്റെ ഒരു രചനയും സൃഷ്ടിയുമാണത്. നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. തച്ഛൃണ്വൻ അത് കേട്ട്, വിപഠൻ വായിച്ച്, വിചാരണപരോ അതിനെക്കുറിച്ച് ആലോചിച്ച് 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 ഭാവന ചെയ്ത് അത് നുണഞ്ഞ് 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 നുകർന്ന് 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 ഉള്ളിലാക്കി അലിയിച്ച് അതായിത്തീർന്ന് ഭക്ത്യാ ഭക്ത്യാ വിമുച്യേന്നരഃ. ഭക്തിയിലൂടെ മനുഷ്യൻ, നരൻ
വിമുച്യേത്, മോചനം തേടണം. ഇതാണപ്പാ ശ്രീമദ് ഭാഗവതം. ഈ സന്ദേശം പല വിധത്തിലുള്ള പ്രവചനങ്ങൾ വഴി നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ശ്രീമദ് ഭാഗവതം ജനജീവിതത്തിൽ ഊടും പാവുമായി തീരണം, ഊടും പാവുമായി തീരണം. അതിൽ അറിവ് വേണ്ടവർക്ക് അറിവ്, ഭക്തി വേണ്ടവർക്ക് ഭക്തി, വൈരാഗ്യം വേണ്ടവർക്ക് വൈരാഗ്യം. ഇത് മൂന്നും മാറി 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 വിശക്കുന്നവൻ ഓരോ ഉരുള ഉണ്ണുമ്പോഴും തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായോനുഘാസം, സ്വാദോടുകൂടി കഴിക്കുമ്പോൾ സന്തോഷം, ശരീരത്തിന് പോഷകം. അതേ സമയത്ത് വിശപ്പ് മാറലും ഓരോ ഉരുളയ്ക്കും ഉള്ളതുപോലെ ഈ ശ്രീമദ് ഭാഗവതം വായിച്ചു നുണയുമ്പോൾ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ, ഭഗവാനോട് ഭക്തി, ലോകത്തിനോട് വിരക്തി, ഈശ്വരൻ എന്താണ് എന്നുള്ള അനുഭവജ്ഞാനവും, ഇത് മൂന്നും ഉണ്ടാവുമത്രേ. നിങ്ങൾക്ക് അതെല്ലാം ഉണ്ടാവട്ടെ, ഉണ്ടാവട്ടെ, ഉണ്ടാവട്ടെ. ശ്രീമദ് ഭാഗവതം സ്വാദു സ്വാദു പദേ പദേ വിദ്യാവതാം ഭാഗവതേ പരീക്ഷ എന്നിങ്ങനെ 2 വിശേഷണങ്ങളാണ്. അത് വായിക്കും തോറും കൂടുതൽ കൂടുതൽ സ്വാദുണ്ടാവും. അതേ സമയത്ത് ആലോചിക്കും തോറും അതൊരു പരീക്ഷയുമാണ്. ഇപ്പം കൃഷ്ണനെപ്പറ്റി ഞാൻ വിവരിച്ചില്ലേ, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ കൃഷ്ണൻ്റെ വിവരണം ഇതാണെന്ന്? അങ്ങനെ വളരെയധികം ഗ്രഹിക്കാനും ഗ്രഹിപ്പിക്കാനുമുള്ളതാണ്. ഇങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥമാണ് നമ്മളിവിടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമായി നടത്തുന്നത്. തത്വം സമീക്ഷണം ചെയ്യണം. അതിനുള്ള പ്രവക്താക്കളെ ഞങ്ങൾ മാറി 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 അതിന് പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട്. വിജയമേനാണ് അത് ലീഡ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ പുതിയ പ്രവക്താക്കളെ കണ്ട് അവർക്ക് വിഷയം കൊടുത്ത് ഇന്ന മാതിരി സംസാരിക്കണം, അതിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട്. നമ്മുടെ നൈമിഷാരണ്യത്തിലെ പ്രവക്തൃപീഠത്തിൽ അങ്ങോട്ട് കയറിയാൽ പ്രവക്താക്കൾക്ക് ആ സരസ്വതി വിലാസം നല്ല പോലെ വരണം എന്നാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ള സങ്കല്പവും അനുഗ്രഹവും. വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ജീവിതത്തെ എങ്ങനെ അലങ്കരിക്കുന്നു, ധന്യമാക്കുന്നു, പ്രബലമാക്കുന്നു, സുശക്തമാക്കുന്നു. ഏഴത്തം പോയി, വയ്യാവലികൾ നീങ്ങി, മനസ്സും ബുദ്ധിയും നിറഞ്ഞ് ഹൃദയം വിശാലമായി സ്ഥൈര്യത്തിൻ്റെ സംതൃപ്തിയുടെ സൗഭാഗ്യത്തിൻ്റെ സാഫല്യത്തിൻ്റെ പ്രതീകങ്ങളായി ലോകത്തിൽ സഞ്ചരിച്ച് ലോകത്തെപ്പോലും ശുദ്ധീകരിക്കാൻ പറ്റിയവരാക്കി തീർക്കണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനനുസരിച്ച് നമ്മുടെ പ്രവക്താക്കളെല്ലാം ഉയർന്ന് ചിന്തിച്ച് നമ്മുടെ പ്രേക്ഷകരെ ഭക്തിയിലും വൈരാഗ്യത്തിലും പ്രബോധത്തിലും കുളിപ്പിച്ച് ആറാടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സാ ആലിംഗനം. എല്ലാവരും നന്നായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ നല്ല കുട്ടികൾ ജനിക്കണം. ആ കുട്ടികൾക്ക് കുടുംബസ്നേഹം വേണം, സമാജസ്നേഹം വേണം, ഈശ്വര വിശ്വാസം വേണം. നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ ഒരു സംഭാവനയായി അവരുടെ മുതൽക്കൂട്ട് ഉത്പാദനം അവരുണ്ടാക്കി കൊടുക്കും വേണം. അങ്ങനെ ആയാൽ നമ്മുടെ സമാജം ധന്യമാകും. ആ വഴിക്ക് പോകട്ടെ, ആ വഴിക്ക് നീങ്ങട്ടെ, ആകട്ടെ നിങ്ങളുടെ ചിന്താഗതിയും പ്രയത്നവുമെല്ലാം. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. ഞാൻ പതിവ് പോലെ ഒരു ശ്ലോകം പറഞ്ഞ് നിർത്താം. ഇനിയുള്ള ദിവസങ്ങളിൽ ചിട്ട പോലെ വിശേഷപ്പെട്ട ഒരു വിധത്തിലുള്ള മുടക്കവുമില്ലാതെ ഈ സത്രം ഭംഗിയായി നടന്ന് പര്യവസാനിക്കട്ടെ. അടുത്ത കൊല്ലമെങ്കിലും നമുക്ക് സഭാനികേതനിൽ പതിവ് പോലെ സമ്മേളിച്ച് ബഹുസഹസ്രം ജനങ്ങൾ വന്നു ചേർന്ന് ഭംഗിയായി നടത്താൻ സാധിക്കും എന്ന് വിചാരിക്കുക. ഈ കൊറോണയുടെ നിയന്ത്രണങ്ങൾ നീങ്ങിയാൽ ആ സഭാനികേതൻ ഉദ്ഘാടനം ചെയ്ത് കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശവും വിചാരവുമെല്ലാം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ
ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. ദാ പരിസമാപന ഓങ്കാരം എല്ലാവരും കൂടി ജപിക്കാം. തയ്യാറായിക്കോളൂ. ഓ ഹരി ഓം തസ്. ജയ ഗുരു.